ദീപിക കൊടുവള്ളി ഡയറ്റ് ആൻഡ് ലൈഫ് സ്റ്റൈൽ എന്ന വിഷയത്തിൽ നടത്തുന്ന ഒരു വെബിനാറിലാണ് നമ്മളെല്ലാവരും ഇപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. കൊടുവള്ളിയിൽ പഠനപ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്കുള്ള സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും റെമഡിയേഷനും, അതുപോലെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, മെന്ററിങ്, ഡയറ്റ് കൗൺസിലിംഗ്, വിവിധതരം ട്രെയിനിങ്ങുകളൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ചൊക്കെ ആളുകൾക്ക് അവെയർ ആക്കുക എന്ന പൊതുസമൂഹത്തിന് അവെയർ ആക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വെബിനാർ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായം, ഡയറ്റിന്റെ ലൈഫ് സ്റ്റൈലും എല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇത് ഹെൽത്തിന്റെ കാര്യത്തിൽ അപകടകരമായ അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് ഡയറ്റും ലൈഫ് സ്റ്റൈലും എന്ന് കൃത്യമായി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഇക്ര ഹോസ്പിറ്റലിലെ പ്രശസ്ത ഡയറ്റീഷ്യൻ ശ്രീമതി ഫിദ ജാബിർ നമ്മളുടെ കൂടെയുണ്ട്. അവരെ സ്നേഹപൂർവ്വം ഈ വെബിനാറിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഈ ദീപികന്റെ കോ ഫൗണ്ടേഴ്സ് ആയിട്ടുള്ള ഇക്ര ഹോസ്പിറ്റലിലെ ഡോക്ടർ അനസ്, ഖത്തർ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ജമാൽ ഷെരീഫ്, അതുപോലെ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കൈകാര്യം ചെയ്യുന്ന ഷമീം, കൂടാതെ നമ്മളുടെ കോവർക്കേഴ്സ് ആയിട്ടുള്ള ആളുകൾ, അതിനേക്കാളൊക്കെ ഉപരി നമുക്ക് ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള, അതായത് ആത്മാർത്ഥമായി കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും എന്ന ഉദ്ദേശത്തോടുകൂടി ഇതിൽ ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം ഈ വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇത് ലീഡ് ചെയ്യാൻ വേണ്ടി പിത മാഡത്തെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. മാഡം. താങ്ക് യു. ഞാനൊന്ന് ആദ്യം സ്ക്രീൻ ഷെയർ ചെയ്യാം. എല്ലാവർക്കും എന്റെ സ്ക്രീന് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയാണ്. ഓക്കെ. സോ ആദ്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഈ ഒരു പൊതുജനങ്ങളിലേക്ക്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ജനങ്ങൾ എത്താതെ നമുക്ക് പൊതുജനങ്ങളിലേക്ക് എത്താനുള്ള ഒരു വേദി കൂടിയാണിത്. അതിന് എനിക്ക് അവസരമൊരുക്കിയ ദീപകൻ മാനേജ്മെന്റ് ടീം അംഗങ്ങളോടും ഞാൻ ആദ്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. ഇതില് ഇന്നത്തെ ഒരു പ്രസന്റേഷൻ എന്ന് പറയുന്നത് കുഞ്ഞോയ് സാറ് പറഞ്ഞ പോലെ ഒരു ആരോഗ്യകരമായ ജീവിത രീതി എങ്ങനെയായിരിക്കണം, അതില് ഭക്ഷണം അതേപോലെ തന്നെ നമ്മുടെ ജീവിത രീതിക്കും എന്തൊക്കെയാണ് പ്രാധാന്യമെന്നും അതൊരു ശാസ്ത്രീയമായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ അതിനെ നേരിടേണ്ടത് എന്നും ആണ് ഇന്നത്തെ എൻ്റെ ഈ ഒരു പ്രസന്റേഷനിൽ ഞാൻ നിങ്ങളോട് പറയാനും ഷെയർ ചെയ്യാനും ആഗ്രഹിക്കുന്നത്. പൊതുവെ നമ്മൾ പറയുമ്പോൾ പോഷകങ്ങൾ നമ്മൾ പറയുമ്പോൾ നമുക്ക് ഊർജം തരുന്ന, നമ്മൾ ഒരു ദിവസത്തെ നമ്മളുടെ പ്രവർത്തനങ്ങൾക്കും ഉറങ്ങുമ്പോൾ പോലും നമുക്ക് ഊർജം വേണം എന്നാണ്. അപ്പം ഓരോ നമ്മളുടെ ആക്ടിവിറ്റീസിന് നമുക്ക് ആവശ്യമായ ഊർജം തരുന്ന പോഷകങ്ങളാണ് നമ്മൾ പറയുന്ന അന്നജം, അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രോട്ടീൻ അഥവാ നമ്മൾ മാംസ്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ജിം ഗോവേഴ്സ് ഒക്കെ ആണെങ്കിൽ പ്രോട്ടീൻ കുറച്ചും കൂടെ അവർക്ക് പരിചയമായിട്ടുള്ള ഒരു ടേമാണ്. അതേപോലെ തന്നെ കൊഴുപ്പ് അഥവാ ഫാറ്റ് എന്ന് പറയുന്നത്. എന്നാൽ നമുക്ക് ഊർജം തരാത്ത, നമുക്ക് എനർജി തരാത്ത, എന്നാൽ നമ്മളുടെ ഓരോ ദിവസത്തെ എല്ലാ ആക്ടിവിറ്റീസിനും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലുള്ള, നമ്മളെ കൂടുതലായിട്ട് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധത്തിന് വേണ്ടി നമ്മളെ സഹായിക്കുന്ന പോഷകങ്ങളാണ് മൈക്രോ ന്യൂട്രിയൻസ് അഥവാ വിറ്റാമിനുകൾ അല്ലെങ്കിൽ മിനറലുകൾ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മളെ ആവശ്യത്തിന്, ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം, അതേപോലെ ഈ രണ്ടിലും പെടാത്ത കാറ്റഗറി, നമുക്ക് ഊർജം തരില്ല, അതേപോലെ തന്നെ നമുക്ക് വിറ്റാമിൻ മിനറലുകൾ കണ്ടന്റ് തരാത്ത മറ്റൊരു പോഷക ഇനമാണ് നമ്മൾ നാര് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊതുവെ പോഷകങ്ങൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതെല്ലാം നമുക്ക് ഒരു ദിവസം ഇത്ര അളവിൽ വേണം എന്നുള്ളൊരു കണക്കുണ്ട്. അത് പൊതുവെ നമുക്ക് പറഞ്ഞു തരുന്നത്, നിങ്ങൾ കോവിഡ് കാലത്തൊക്കെ നിങ്ങൾക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഒരു ടേമാണ് ICMR എന്ന് പറയുന്നത്. അപ്പൊ ICMR ആണ് നമുക്ക് ഒരു ശരാശരി ഇന്ത്യൻ അഡൾട്ട് അല്ലെങ്കിൽ 18 വയസ്സിന് മുകളിൽ ഉള്ള ആളുകൾക്ക് ഏകദേശം എത്ര പോഷകങ്ങൾ വേണം, അല്ലെങ്കിൽ ജനിച്ച ഉടനെയുള്ള കുട്ടിക്ക് എത്ര പോഷകങ്ങൾ വേണം, സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ പ്യൂബർട്ടി അല്ലെങ്കിൽ ടീനേജേഴ്സിനാണെങ്കിൽ എത്ര പോഷകങ്ങൾ വേണം, നമ്മൾ പ്രഗ്നന്റ് ആണെങ്കിൽ എത്ര പോഷകങ്ങൾ വേണം, മുലയൂട്ടുന്ന സ്ത്രീകളാണെങ്കിൽ, ഇനി വൃദ്ധരാണെങ്കിൽ എത്ര പോഷകങ്ങൾ വേണം എന്നുള്ളതിന് കൃത്യമായ ഒരു കണക്കുകൾ നമുക്ക് ഓൾറെഡി ഉണ്ട്. അപ്പൊ ഈ ഒരു കണക്കുകൾ പ്രകാരം നമ്മൾ ഈ പോഷകങ്ങളെയൊക്കെ നമ്മളൊരു പ്ലേറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രവർത്തനത്തിനെയാണ് നമ്മൾ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. സോ സമീകൃത ആഹാരം എന്താണെന്ന് പറയുന്നതിന്റെ മുന്നേ നിങ്ങൾ ഇപ്പൊ എന്താണ് കഴിക്കുന്നത് എന്നുള്ളതിലേക്ക് ഒന്ന് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുവരാനാണ് ഇനി ഞാൻ ശ്രമിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇപ്പൊ ഒരു ശരാശരി
ഒരു ഭാരതീയൻ, ഒരു ശരാശരി ഇന്ത്യൻ സാധാരണഗതിയിൽ എന്താണ് ഭക്ഷണം കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ കൂടുതലും ഇത് ഈ ഒരു സ്ലൈഡിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. നിങ്ങൾ തെറ്റായ രീതിയിലാണോ കൂടുതലും കൊഴുപ്പ് കൂടുതലുള്ള അല്ലെങ്കിൽ പിന്നെ മധുരങ്ങൾ കൂടുതലുള്ള അല്ലെങ്കിൽ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങളാണോ അല്ലെങ്കിൽ കൂടുതൽ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണോ നിങ്ങൾ കഴിക്കുന്നത് എന്ന് ഒന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. അപ്പൊ കൂടുതൽ കൊഴുപ്പും എരിവും ഉപ്പും കൂടുതലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ കൂടുതൽ റെസ്റ്റോറന്റ് സ്റ്റൈൽ ഭക്ഷണങ്ങളായിരിക്കും. കഴിയുന്നതും നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള വീട്ടിൽ നിന്നും ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളത് കുറച്ചും കൂടെ ഫ്രഷ് ആയിട്ടുള്ള ഫുഡ്സ് എന്ന് നമുക്ക് കുറച്ചും കൂടെ ഒരു എളുപ്പത്തിൽ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് വ്യക്തമായ ഒരു പഠനം ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നടന്നത് പിന്നെ ഈ ICMR എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ അണ്ടറിൽ തന്നെയാണ്. അവര് എന്താണ് ഇന്ത്യ കഴിക്കുന്നത് എന്നാണ് അവർ പഠനം നടത്തിയത്. അപ്പൊ പഠനം നടത്തുമ്പോൾ 2 രീതിയിലാണ് ഈ പഠനങ്ങൾ നടന്നിട്ടുള്ളത്. ഒന്ന് പട്ടണ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ നമ്മൾ ഗ്രാമപ്രദേശങ്ങളിലും എങ്ങനെയൊക്കെയാണ് ആളുകൾ കഴിക്കുന്നത് എന്നുള്ളതാണ് ഈ പഠനം വിലയിരുത്തിയിട്ടുള്ളത്. അത് ആദ്യമായി അവർ മനസ്സിലാക്കിയത് നമ്മൾ അരി ആഹാരങ്ങള് നമുക്ക് ആവശ്യത്തിലും ഒരു 97% ഗ്രാമീണ പ്രദേശങ്ങളിൽ കൂടുതലാണ് കഴിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ള 100%-നേക്കാൾ 97% അധികമായിട്ട് കഴിക്കുന്നത്. അത് ഒരു ടൗൺ ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ കുറവാണെന്നുള്ളൂ, എന്നാൽ ഇതുപോലും അധികമായിട്ട് തന്നെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ അല്ലെങ്കിൽ അന്നജം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിന്റെ അളവ് വളരെ വളരെ കൂടുതലാണെന്ന് ഈ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ പച്ചക്കറികൾ, അതേപോലെ പഴങ്ങൾ, പാലുൽപ്പന്നങ്ങൾ ഇതൊക്കെ കഴിക്കുന്നത് വളരെ ഗണ്യമായി കുറവാണ് എന്നും ഈ പഠനം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളെ നമ്മൾ റെഡി ടു ഈറ്റ് എന്ന് പറയും. അത്തരം ഭക്ഷണങ്ങൾ നമ്മൾ ഒരുപാട്, അതായത് മുൻകാലങ്ങളിലേക്കാളും 11%, 4% ഒക്കെ വർധനവാണ്. അത് ഓരോ കൊല്ലം കഴിയുമ്പോഴും ഈ റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളുടെ അളവ്, അതായത് പെട്ടെന്ന് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇപ്പൊ ചിപ്സുകൾ അല്ലെങ്കിൽ ബിസ്ക്കറ്റുകൾ അല്ലെങ്കിൽ അത്തരം നമ്മൾ പാക്കറ്റ്, ഇപ്പം കുക്ക്ഡ് ഫുഡ് തന്നെ നമുക്ക് പാചകം ചെയ്തിട്ടില്ല. ഇപ്പം നെസ്റ്റോ ഒക്കെ പോലുള്ള അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റ്സിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ കഴിക്കാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ ഒരുപാടാണ്. റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ അളവ് വെറൈറ്റീസ് കൂടുന്നതിനനുസരിച്ച് തന്നെ അതിന്റെ ഭക്ഷണം നമ്മൾ ഇവിടെയായിരുന്നു എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ റെഡി ടു ഈറ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങളുടെ അളവ് ഒരുപാട് കൂടുതലാണ് എന്ന്, അതിന്റെ തോത് വർദ്ധിച്ചിട്ടുണ്ട് ഓരോ വർഷം കൂടുമ്പം എന്ന് ഈ പഠനം വിലയിരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അബ്ഡോമിനൽ ഒബസിറ്റി എന്ന് പറയുന്നത്, നമ്മുടെ വയറുഭാഗത്ത് കൊഴുപ്പിന്റെ അംശം കൂടുന്നതാണ് ജീവിതശൈലി രോഗങ്ങൾ കൂടാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് ലോകാരോഗ്യ സംഘടനയൊക്കെ പറയുന്നത്. അപ്പൊ അതിനുള്ള വർധനവാണ് ഓരോ ഏരിയ സ്പെസിഫിക് ആയിട്ട് ഇങ്ങനെ 53% അല്ലെങ്കിൽ 18% വർധനവ് എന്നീ പഠനങ്ങൾ കണ്ടെത്തിയത്. അതേപോലെ തന്നെ ഭയങ്കര മധുരങ്ങൾ വരുന്ന ഭക്ഷണങ്ങളായിട്ടുള്ള സ്വീറ്റ്സോ അല്ലെ ഐസ്ക്രീം അല്ലെങ്കിൽ പെപ്സി, കൊക്കോകോള പോലുള്ള പാനീയങ്ങൾ, ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ 30% ഈ പ്രമേഹ സാധ്യത വർദ്ധിപ്പിക്കുന്നതായി ഇങ്ങനത്തെ ആഹാര രീതികൾ വർദ്ധിക്കുന്നത് കൊണ്ട് വരുന്നുണ്ട് എന്ന് ഈ പഠനം കണ്ടെത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ആഹാര രീതി പ്രമേഹത്തോടൊപ്പം നമുക്ക് അമിതമായ രക്തസമ്മർദ്ദം പോലുള്ള ഇഷ്യൂസ് വരുന്നു എന്നും ഈ പഠനം അലാമിംഗ് ആയിട്ട് തന്നെ ഒരു താക്കീത് പോലെ കണ്ടെത്തിയിട്ടുള്ള ഒരു പഠനമാണ് ഇത്. ഇതിനൊക്കെ ഒരു പ്രതിവിധിയായിട്ട് ഈ പറയുന്ന ICMR തന്നെ നമുക്ക് രൂപരേഖ ചെയ്ത് തന്നിട്ടുള്ള ഒരു പ്ലേറ്റ് ആണ് ഈ മൈ പ്ലേറ്റ് ഫോർ ദ ഡേ എന്ന് പറയുന്നത്. ഒരു ദിവസം നിങ്ങൾ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണത്തിന്റെ അളവാണ് ഈ പറയുന്ന പ്ലേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം നമുക്കൊരു സാധാരണഗതിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, ഒരു മോഡറേറ്റ് ആക്ടിവിറ്റി ആയിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഏകദേശം ഒരു 2300 മുതൽ 2700 വരെ കാലറി ആൾക്ക് കഴിക്കാം. ഈ ഒരു പ്ലേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അളവനുസരിച്ച് ഏകദേശം ഒരു 2000 കാലറിയാണ് ഈ പ്ലേറ്റിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നാണ് ഈ ഒരു പ്ലേറ്റിലൂടെ ICMR പറയുന്നത്. ഈ പ്ലേറ്റ് നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും. പച്ചക്കറികളുടെ അളവ് ഒരു 350 ഗ്രാം ആണ്. അത് നമ്മൾ പറയും ധാരാളം പച്ചക്കറികൾ എന്നാണ് പച്ചക്കറികളുടെ അളവ് കണക്കാക്കിയിരിക്കുന്നത്. അതിലിപ്പോ 350 മിനിമം എങ്കിലും നിങ്ങൾ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. എന്നാൽ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് നോക്കാം, ഒരു ദിവസം ഒരു 150 ഗ്രാം, അതായത് ഒരു 150 ഗ്രാം മതി. എന്ന് വെച്ചാൽ നമ്മളൊരു വലിയ ആപ്പിൾ എടുക്കുകയാണെങ്കിൽ അതൊരു പകുതിയാക്കിയാലേ ഒരു 150 ഗ്രാം വരുള്ളൂ, ഒരു 150 ഗ്രാം എന്ന് പറയുന്നത്. അത്ര മാത്രമേ നിങ്ങൾ ഒരു ഫ്രൂട്ട് കഴിക്കണ്ടൂ അല്ലെങ്കിൽ ഒരു പഴം കഴിക്കണ്ടൂ. എന്നാൽ പച്ചക്കറികൾ അങ്ങനെയല്ല. നിങ്ങൾ 2 കപ്പോളം പച്ചക്കറികൾ ഒരു ദിവസം കഴിച്ചാലും അത് കുറയില്ല എന്നാണ് ആരോഗ്യപരമായിട്ടൊരു ഭക്ഷണ രീതിയിൽ പറയാനുള്ളത്. പച്ചക്കറികൾ എന്ന് പറയുമ്പോൾ കഴിയുന്നതും മണ്ണിന് മുകളിലുള്ള പച്ചക്കറികൾ കൂടുതലും കിഴങ്ങ് വർഗ്ഗങ്ങൾ കുറവും എന്നുള്ളൊരു രീതിയാണ് പൊതുവെ നമ്മൾ പ്ലേറ്റിലേക്ക് ഭക്ഷണങ്ങൾ എടുത്തിടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഫ്രൂട്ട്സ് എന്തുകൊണ്ട് കുറവ് എന്ന് ചോദിച്ചാൽ, ഫ്രൂട്ട്സിൽ നമുക്ക് ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു ഷുഗർ ആണ് ഉള്ളത്. ഈ ഫ്രക്ടോസ് അമിതമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വരുമ്പോൾ ഇതെല്ലാം ലിവർ എന്ത് ചെയ്യണം, കൊഴുപ്പാക്കി മാറ്റണം.
അപ്പോൾ അമിതമായിട്ട് ചെല്ലുന്ന എല്ലാ ഊർജ്ജം തരുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആയിക്കോട്ടെ, മാംസ്യം അതായത് പ്രോട്ടീൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളായിക്കോട്ടെ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഊർജ്ജത്തിൽ അധികമായി നിങ്ങൾ കഴിക്കുന്നത് എന്തും ശരീരം അത് കൊഴുപ്പാക്കി മാറ്റി സ്റ്റോർ ചെയ്യാണ് ചെയ്യുക. അതേപോലെ തന്നെ ധാന്യങ്ങൾ നിങ്ങൾക്ക് നോക്കാം. നമ്മൾ കഴിക്കുന്ന ചോറ് നമ്മളുടെ പ്ലേറ്റിന്റെ ഒരു കാൽഭാഗത്തിൽ കുറച്ചധികം മാത്രമാണോ വരുന്നത് എന്ന് നമ്മൾ ഇനി അങ്ങോട്ട് ചിന്തിക്കണം. നമ്മൾ പ്ലേറ്റിലേക്ക് എങ്ങനെ ഭക്ഷണം എടുത്തിടണം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിലൂടെ ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്ലേറ്റ് കാണിക്കുന്നത്. അതേപോലെ തന്നെ നട്ട്സുകൾ പറയുകയാണെങ്കിൽ ഒരു കയ്യിൽ നമുക്ക് കൊള്ളാൻ പറ്റുന്ന, ഒന്ന് മുറുക്കി പിടിച്ചാൽ കൊള്ളാൻ പറ്റുന്ന നട്ട്സുകൾ നിങ്ങൾക്ക് ഒരു ദിവസം ഉൾപ്പെടുത്താം. അതൊരു 10 മുതൽ 15 വരെ എന്നുള്ള എണ്ണം വേണമെങ്കിൽ കണക്കാക്കാം. ഈ നേരത്തെ പഠനങ്ങളിൽ പറഞ്ഞ പോലെ കാർബോഹൈഡ്രേറ്റ്സ് അഥവാ ഈ അരിഭക്ഷണങ്ങൾ കൂടുകയും അവിടെ ഗണ്യമായി കുറയുന്നത് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളാണ്. റെഡി ടു ഈറ്റ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലുള്ള പിന്നെ മധുരം അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾ, ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ്സോ കൊഴുപ്പോ ആണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. എന്നാൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ, നമ്മളിപ്പം നോൺ വെജസ് കഴിക്കുന്നവരായിരിക്കാം, കഴിക്കുമ്പോൾ 3ഉം 4ഉം ചിക്കൻ പീസ് എടുക്കുന്നവരായിരിക്കാം. എന്നാൽ ഒരു ശരാശരി ഒരു പ്രോട്ടീൻ അടങ്ങിയ അളവ്, നമ്മളെ ഭക്ഷണത്തിൽ വരുന്ന അളവ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ ഒരുപാട് കുറവാണ്. ആവശ്യത്തിന് പ്രോട്ടീൻ വരണമെങ്കിൽ ഈ പൾസസ് എഗ് എന്ന് പറയുന്ന ഈ മുട്ടയും പയറുവർഗ്ഗങ്ങളും കാണിക്കുന്ന ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതെല്ലാം ഒരു ദിവസം ഉൾപ്പെടുത്തണം. ഒരു ദിവസം തന്നെ ഒരു 3/4 കപ്പോളം പയറുവർഗ്ഗങ്ങൾ, ഒരു ദിവസം തന്നെ ചെറിയ അളവില് മത്സ്യമാംസങ്ങൾ, ഒരു ദിവസം തന്നെ നമുക്ക് മുട്ട, അതേപോലെ ഒരു 1.5 ഗ്ലാസോളം പാലോ തൈര് പോലുള്ള പാൽ ഉൽപ്പന്നങ്ങളോ, അതേപോലെ തന്നെ ഈ നട്ട്സുകൾ, പച്ചക്കറികളും പ്രോട്ടീൻ അടങ്ങിയതാണ്. പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണങ്ങളല്ല എന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ പയറുവർഗ്ഗങ്ങൾ ഡെയിലി ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമുക്കൊരു 3-4 ദിവസം മാത്രം മത്സ്യമാംസങ്ങൾ ഉൾപ്പെടുത്തിയാലും മതി. പക്ഷെ ഈ പ്ലേറ്റിലുള്ള പോലെ നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പും നിങ്ങൾ നോക്കുകയാണെങ്കിൽ പച്ചക്കറികൾ പല നിറങ്ങളിലുള്ളതുണ്ട്, ഫ്രൂട്ട്സ് പല നിറങ്ങളിലുള്ളതുണ്ട്, ധാന്യങ്ങളുണ്ട്, അതേപോലെ പയറുവർഗ്ഗങ്ങളുണ്ട്, ഓയിലുകളും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണും. ഇങ്ങനെ എല്ലാ നിറങ്ങളിലും ഉള്ളത് മാറി മാറി ഉപയോഗിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പ്രതിരോധത്തിന് ആവശ്യമായ വിറ്റാമിനുകളും മിനറലുകളും നമ്മുടെ ശരീരത്തിൽ ഒരു ഭക്ഷണത്തിന്റെ ഭാഗമായിട്ട് എത്തുക. ഈ ഒരു രീതിയിൽ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ, അതായത് ഈ പ്ലേറ്റ് നമ്മൾ പറയുന്ന പോലെ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ എല്ലാ വ്യത്യസ്തമായിട്ടുള്ള ഇനങ്ങളും നമ്മളുടെ ഭക്ഷണത്തിന്റെ ഭാഗമാവും. അത് നമുക്ക് മാക്സിമം ഈ പോഷകാഹാരക്കുറവ് നമുക്ക് ഇല്ലാതാക്കും. ഈ പൊതുവെ പൊണ്ണത്തടി ഉള്ള ആളുകളിലും പോഷകാഹാരക്കുറവ് ഉണ്ട് എന്നുള്ളത് വളരെ പച്ചയായ യാഥാർത്ഥ്യമാണ്. അപ്പം പ്രത്യേകിച്ച് അവർക്ക് പോഷകാഹാരക്കുറവ് ഉണ്ടാവുന്നത് എനർജിയിലായിരിക്കില്ല. അവർക്ക് കൊഴുപ്പിലോ കാർബോഹൈഡ്രേറ്റിലോ പ്രോട്ടീനിലോ അവർക്കൊരു കുറവുണ്ടാവില്ല. പകരം അവർക്ക് വിറ്റാമിനുകളിലും മിനറലുകളിലുമാണ് ഒരു കുറവുണ്ടാവുക. അതേപോലെ നല്ല രീതിയിൽ എല്ലാ ഭക്ഷണങ്ങളും ഉൾപ്പെടുമ്പോൾ മാക്സിമം നമ്മുടെ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരികയും അനാവശ്യമായിട്ടുള്ള സപ്ലിമെന്റ്സ് നമ്മൾ എടുക്കുന്നത് ഒഴിവാക്കാനും നമുക്ക് പറ്റും. ഈ പറയുന്ന രീതിയിൽ പച്ചക്കറികൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുമ്പോൾ വൃക്കക്കല്ല് അല്ലെങ്കിൽ ശരീരത്തിൽ വെള്ളത്തിന്റെ അംശം കുറഞ്ഞിട്ട് വരാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാനും സാധിക്കും. പിന്നെ പൊതുവെ നമുക്ക് വരുന്നത് ഈ വിറ്റാമിനുകളും മിനറലുകളും കൊണ്ട് നമുക്ക് ഉണ്ടാവുന്ന ഈ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത് നമുക്ക് പല വിധത്തിലുള്ള ഇൻഫെക്ഷൻ വരുന്ന രോഗാവസ്ഥയിലും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ ഇത് സഹായിക്കും. പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും അതേപോലെ തന്നെ ഇതുപോലെ തൊലിയുള്ള പയറുവർഗ്ഗങ്ങൾക്കൊക്കെ ഉള്ള തൊലി, ഇതൊക്കെയുള്ള ഭക്ഷണങ്ങളിൽ നമുക്ക് വരുന്ന നാരിന്റെ അംശം, ഇത് നമ്മളെ കുടലിൽ ഒരുപാട് ചെറിയ മൈക്രോബ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബാക്ടീരിയകളുണ്ട്. ഇതാണ് നമ്മളെ ദഹനത്തിനും അതേപോലെ തന്നെ അത് ദഹിച്ചു കഴിഞ്ഞാലുള്ള അതിന്റെ ആഗിരണത്തിനൊക്കെ നമ്മളെ സഹായിക്കുന്നത്. ഈ ഒരു മൈക്രോബ്സിന്റെ ഹെൽത്തിന് അല്ലെങ്കിൽ ഈ ബാക്ടീരിയകൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ എപ്പോഴും നല്ല നാരടങ്ങിയ വെള്ളമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കണം. പഠനങ്ങൾ പറയുന്നത് അൺഹെൽതി ആയിട്ടുള്ള ബാക്ടീരിയ ഒരുപാട് കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്ന ആളുകളിൽ കൂടുതലാണെന്നും ഇത് ഒരുപാട് അനാവശ്യമായിട്ടുള്ള ഊർജം ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നു. അതുകൊണ്ടാണ് ചില തടിച്ച ആളുകൾ പറയും ഞാൻ വെള്ളം കുടിച്ചാലും തടിക്കും എന്നുള്ളത്. പക്ഷെ അവര് പ്ലേറ്റ് ഈ രീതിയിലാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ആ രീതിയിലേക്ക് മാറ്റുമ്പോൾ മാത്രമാണ് അവരുടെ കുടലിലുള്ള ബാക്ടീരിയകൾ ഹെൽത്തി ആവുന്നത്. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അവർക്ക് വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് മാത്രം വെയിറ്റ് കുറയ്ക്കാനോ അല്ലെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനോ ഒക്കെ സാധിക്കുക. പിന്നെ നമുക്ക് ശരീരത്തിൽ കൊഴുപ്പിന്റെ അംശം കുറയുമ്പം ഭാവിയിൽ പ്രമേഹം വരാതിരിക്കാൻ ഒക്കെ എളുപ്പം ചെയ്യും. അതിന്റെ ഒരു പ്രക്രിയയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യുന്ന, നമ്മളെ രക്തത്തിൽ പഞ്ചസാരന്റെ അളവ് നിയന്ത്രിക്കാൻ വേണ്ടി നമ്മളെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോണാണ്. അപ്പൊ ഇൻസുലിൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് പിന്നെ നമ്മുടെ ശരീരത്തിൽ വരുന്ന കാർബോഹൈഡ്രേറ്റിന് അത് സ്റ്റോറേജ് ഫോമിലേക്ക്, അതായത് അത് ശരീരത്തിലേക്ക് സ്റ്റോർ ചെയ്യുന്ന പാകത്തിലേക്ക് മാറ്റും. എന്നാൽ ഈ ഇൻസുലിന് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല നമ്മുടെ ശരീരത്തിൽ അനാവശ്യമായി കൊഴുപ്പുകൾ അടിഞ്ഞു കൂടുമ്പോൾ. അതുകൊണ്ടാണ് പൊണ്ണത്തടി അമിതവണ്ണമുള്ള ആളുകൾ പ്രമേഹം വരാൻ സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നല്ലൊരു ബവൽ ഹാബിറ്റ്സ്, നന്നായി വയറ്റുന്ന ശോധന ഒക്കെ ഏറ്റവും നന്നായി പ്രോപ്പർ ആവാനും നല്ലൊരു ആഹാര രീതി നമ്മളെ സഹായിക്കും. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഓരോ നേരത്തെയും ആഹാരം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്, ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നതിന്റെ അർത്ഥം ബ്രേക്കിംഗ് ദ ഫാസ്റ്റ് ആണെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട് അല്ലെ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏകദേശം 8 മണിക്കൂർ ഒന്നും കഴിക്കാതെ പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണ് എന്നുള്ളത് കൊണ്ടും, ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡേയിലുള്ള ആക്ടിവിറ്റിയിലേക്ക് നമ്മൾ വ്യാപൃതരാവാൻ പോവുകയാണ് എന്നുള്ളത് കൊണ്ടും ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഒരേ സമയം ഒരുപാട് നേരത്തേക്ക് നമുക്ക് എനർജി തരുന്ന രീതിയിലാവണം. നമ്മൾ സസ്റ്റെയിൻഡ് എനർജി റിലീസ് എന്നൊക്കെയാണ് അതിനെ ഒരു ഇംഗ്ലീഷിൽ നമ്മൾ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ഒരു 11-12 മണി വരെ നമുക്ക് വല്ലാതെ വിശക്കാൻ പാടില്ല. നമ്മൾ ഒരു ഡേയിലുള്ള പ്രവൃത്തികളെ അത് ബാധിക്കാൻ പാടില്ല. അതെങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ സാധാരണ കഴിക്കുന്ന പയറുവർഗ്ഗങ്ങൾ അടങ്ങിയിട്ടുള്ള കറി, ഇപ്പൊ ഗ്രീൻ പീസ് കറി അല്ലെങ്കിൽ വെള്ളപ്പം, ഈ ഒരു കോമ്പിനേഷൻ ആണെങ്കിൽ ഗ്രീൻ പീസിൽ അല്ലെങ്കിൽ പട്ടാണിന്റെ അളവ് നമ്മൾ നന്നായി കൂടുതൽ എടുക്കണം. ഇപ്പം പത്തിരി മുട്ടക്കറി ആണെങ്കിൽ ഒരു മുട്ടയെങ്കിലും നിങ്ങൾ അതിന്റെ കൂടെ നിർബന്ധമായിട്ടും കഴിക്കണം. അല്ലെങ്കിൽ മറ്റ് പുട്ട് കടലയാണെങ്കിൽ കടലയും പുട്ടിന്റെ അംശവും സമാസമം വരുന്ന രീതിയിൽ നമുക്ക് പ്രോട്ടീന്റെ അംശം കൂട്ടുക എന്നുള്ളതാണ് ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യം. ഇപ്പൊ ഇഡ്ലി ചട്നി ആണെങ്കിൽ അതിന്റെ കൂടെ അറ്റ്ലീസ്റ്റ് കുറച്ച് നമ്മൾ പുഴുങ്ങിയ പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഒരു മുട്ട തന്നെ ഉൾപ്പെടുത്തുക. അതിനനുസരിച്ച് നമ്മൾ ഇഡ്ലിന്റെ അളവുകൾ ക്രമീകരിക്കുക. ഈ രീതിയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റിന്റെ ഭാഗമായിട്ട് ക്രമീകരിക്കേണ്ടത്. ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ശ്രദ്ധിക്കുക, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കൽ ക്രമീകരിക്കണം. അതിന്റെ കൂടെ നല്ലൊരു പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ അതിന്റെ കൂടെ, അതായത് ഈ പയർവർഗ്ഗങ്ങളോ മുട്ടയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു കൈപ്പീടിയിൽ ഒതുങ്ങുന്ന നട്ട്സുകളോ ഒക്കെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താം. ഇനി ലഞ്ചിന്റെ പ്രത്യേകത, ഇപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും എത്രത്തോളം പച്ചക്കറികളുടെ അംശം ഇതിൽ വന്നിട്ടുണ്ട്, ചോറ് എത്രത്തോളമാണ് ഉള്ളത്, മത്സ്യത്തിന്റെ അംശം എത്രയാണ്. അപ്പൊ ഈ ഒരു രീതിയിൽ ധാരാളം പച്ചക്കറികൾ വരുന്ന രീതിയിലാവണം. പ്ലസ് ഒരു മാംസ്യം അടങ്ങിയ, അപ്പം ഈ മത്സ്യമാണോ അല്ലെങ്കിൽ ഈ പായസത്തിൽ വരുന്ന പാല് പ്രോട്ടീനാണ്. ഈ രീതിയിൽ നമ്മൾ ഒരു ലഞ്ചിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റണം. ലഞ്ചിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കയറി വരുന്ന ഒരു പോഷക ഇനമാണ് നാര് എന്ന് പറയുന്നത്. അപ്പൊ പച്ചക്കറികൾ ധാരാളമായി ലഞ്ചിന്റെ ഒരു ആഹാര ഭാഗമായിട്ട് നിങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. അതിന്റെ കൂടെ തൈര് പോലെയുള്ളതോ അല്ലെങ്കിൽ മോര് കറി പോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. അതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗട്ടിലുള്ള ചെറിയ ബാക്ടീരിയകൾ, ഇതിന്റെ ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയകളുടെ കണ്ടന്റ് ഉള്ള ഭക്ഷണമാണ് തൈരൊക്കെ. തൈര്, മോര് അല്ലെങ്കിൽ നമ്മൾ ഇഡ്ലി ദോശയൊക്കെ പോലെയുള്ള ഫെർമെന്റ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ. അപ്പൊ അങ്ങനത്തെ ഭക്ഷണങ്ങൾ ഏതെങ്കിലും ഒരു നേരമെങ്കിലും നിങ്ങൾ സമീകൃത ആഹാരത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്താൻ എപ്പോഴും ശ്രദ്ധിക്കുക. അത് നിങ്ങളെ കുടലിന്റെ ആരോഗ്യത്തിന് ഒരു പരിധിവരെ ഈ കുടല് റിലേറ്റഡ് ആയിട്ടുള്ള ക്യാൻസറുകൾ ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ നല്ല നാരടങ്ങിയതും അതേപോലെ ഇങ്ങനെ പ്രോബയോട്ടിക്സ് എന്നാണ് നമ്മൾ പറയുക, തൈര് അല്ലെങ്കിൽ മോര് പോലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതി. അപ്പൊ ഇങ്ങനത്തെ പ്രോബയോട്ടിക്സ് ഒക്കെ നമ്മൾ ധാരാളം ഒരു നേരമെങ്കിലും എന്ത് ചെയ്യുക, ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് നിങ്ങളുടെ ഒരു ഊണ് അല്ലെങ്കിൽ ലഞ്ച് എങ്ങനെ ആയിരിക്കണം എന്ന് വെച്ചാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. ഇനി ഡിന്നർ എന്ന് പറയുന്നത് നമ്മൾ കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങാൻ പോകുക എന്നാണ് ഡിന്നർ കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മെയിൻ പ്രവൃത്തി. അപ്പൊ ഡിന്നർ എപ്പോഴും വളരെ ലൈറ്റ് ആയിട്ടാണ് നിങ്ങൾ കഴിക്കുന്നത്. അപ്പൊ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഒരു രീതിയാണ്, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒരു രാജാവിനെ പോലെ കഴിക്കണം അല്ലെ, ലഞ്ച് ഒരു മന്ത്രിനെ പോലെ, ഡിന്നർ ഒരു ദരിദ്രനെ പോലെ കഴിച്ചാൽ മതി എന്നാണ് പറയാറ്. അപ്പം ഡിന്നർ എന്ന് പറയുന്നത് കൂടുതൽ നാരടങ്ങിയ ഭക്ഷണങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ പ്രോട്ടീൻ അടങ്ങി, അപ്പൊ പയറുവർഗ്ഗങ്ങൾ കൂടുതലാണ്, ഡിന്നറിൽ അത് വേണം, എന്നാൽ അളവ് കുറവ് മതി. അല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം മീൻ ഉൾപ്പെടുത്താം. ആ ഒരു രീതിയിലായിരിക്കണം ഡിന്നറിന്റെ സ്വഭാവം. എന്നാൽ ഈ പറയുന്ന ഏറ്റവും കൂടുതൽ അരിഭക്ഷണങ്ങൾ നിങ്ങൾ അളവ് കൂട്ടേണ്ടത് ലഞ്ചിനാണ്. അത് ബ്രേക്ക്ഫാസ്റ്റിനേക്കാളും രാവിലത്തെ ഭക്ഷണത്തിനേക്കാളും അതുപോലെ ലഞ്ചിനേക്കാളും ഏറ്റവും അളവ് കുറച്ച് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ ഡിന്നറിനാണ്. കാരണം നമുക്ക് ഒരുപാട് ഊർജ്ജം പിന്നെ വേണ്ട, നമ്മൾ പോയി കിടന്നുറങ്ങുകയാണ്. അപ്പൊ ഡിന്നർ എപ്പോഴും ലൈറ്റ് ആയിട്ട് കീപ്പ് ചെയ്യാം. ഒരുപാട് നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഡിന്നറിൽ ഉൾപ്പെടുത്താൻ, അത് വെറുതെ കക്കിരി മുറിച്ചിട്ടുള്ള സാലഡ് രൂപത്തിലാവാം. ഉച്ചയ്ക്ക് ഉപ്പേരി അധികം ഉണ്ടെങ്കിൽ അത് കുറച്ച് ഡിന്നറിനേക്ക് ഉൾപ്പെടുത്താം. ഇത് ഏറ്റവും എളുപ്പമായ രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത്.
വെള്ളം വെള്ളം എന്ന് പറയുന്നത് ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നാണ് നമ്മൾ പറയുക. നേരത്തെ നമ്മൾ പച്ചക്കറി ആ പ്ലേറ്റിൽ കാണിച്ചപ്പോൾ ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു ധാരാളം പച്ചക്കറികൾ എന്ന്. അത്രയും നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു വ്യാപ്തി നമ്മളെ ജീനുകളിൽ പോലും വന്നിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ICMR ധാരാളം പച്ചക്കറികൾ, ധാരാളം നാരടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ വെള്ളത്തിന് പറയുന്നത് ആവശ്യത്തിന് നിങ്ങൾ വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് 100 കിലോ ആണെങ്കിൽ ഓരോ കിലോക്കും 30 ml വെച്ചിട്ടാണ് നിങ്ങൾ വെള്ളം കണക്കാക്കേണ്ടത്. എന്ന് വെച്ചാൽ ഒരു 3 ലിറ്റർ നിർബന്ധമായിട്ട് നിങ്ങൾ കുടിക്കണം. അപ്പൊ നിങ്ങളെ കിലോക്ക് അനുസരിച്ചാണ് നിങ്ങൾ വെള്ളം കുടിക്കേണ്ടത്. ആ വെള്ളം കുടിക്കുന്നതിന് തന്നെ ഒരു പ്രത്യേക രീതിയുണ്ട്. അതായത് നമ്മൾ പൊതുവെ കാണുന്ന ഒരു പ്രവണത എന്താന്ന് വെച്ചാൽ കുറെ സമയം നമ്മൾ വെള്ളം കുടിക്കാതെ പിന്നെ ഒരു ബോട്ടിൽ ഓഫ് അല്ലെങ്കിൽ ഒരു ജഗ് വെള്ളം അങ്ങനെ തന്നെ വായിൽ കമത്തുന്ന ഒരു രീതി പൊതുവെ ആളുകൾ തിരക്കിട്ട ലൈഫാണ്. അപ്പൊ എല്ലാ രീതിയും ഒരു തിരക്ക് പിടിച്ച രീതിയാണ്. അപ്പൊ അതിന് പകരം ഒരു 1.5 മണിക്കൂർ കൂടുമ്പോഴെങ്കിലും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. ഞാൻ എപ്പോഴും എന്റെ പേഷ്യൻസിനോട് പറയാറുണ്ട്, നല്ല ചൂടുകാലത്ത് ഒരു 2 ദിവസം നിങ്ങൾ ചെടി നനയ്ക്കാതെ 3-ാം ദിവസം കുറെ വെള്ളം കോരി ഒഴിച്ചാൽ ഒന്നെങ്കിൽ അത് ചീഞ്ഞു പോകും, അല്ലെങ്കിൽ ഓൾറെഡി ആ ചെടി ഉണങ്ങിയിട്ടുണ്ടാവും എന്ന് പറയുന്ന പോലെയാണ് നമ്മളെ ശരീരത്തിന് വെള്ളത്തിന്റെ ആവശ്യം. ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കുന്നത് ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഒഴിവാക്കാനും ശരീരത്തിലെ ഡീഹൈഡ്രേഷൻ കാരണം ഈ മൈഗ്രെയിൻ ഒക്കെ ഉള്ള ആളുകൾക്ക് പ്രത്യേകിച്ച് തലവേദന ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യും. അപ്പൊ അങ്ങനത്തെ മൊത്തത്തിലുള്ള മെറ്റബോളിസം നമ്മുടെ ശരീരത്തിന്റെ ഒരു പ്രവർത്തന രീതിനെ എളുപ്പം ചെയ്യാൻ ഇൻക്ലൂഡിങ് നമ്മളുടെ തലച്ചോറിന്റെ ഒരു ഫംഗ്ഷൻ പോലും നല്ലൊരു ഹൈഡ്രേഷൻ ഉള്ള നന്നായി നനഞ്ഞ ഒരു ശരീരത്തിന് പറ്റും എന്നുള്ളതാണ്. അപ്പൊ വെള്ളം എന്ന് പറയുന്നത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക. പിന്നെ ചായ കാപ്പി പോലുള്ള സാധനങ്ങൾ വെള്ളങ്ങളായിട്ട് ഉൾപ്പെടുത്താതിരിക്കുക. വെള്ളം സെപ്പറേറ്റ് തന്നെയാണ്. ചായ കാപ്പി എന്ന് പറയുന്നത് നാച്ചുറൽ ഡയൂറിറ്റിക്സ് എന്നാണ് പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മൂത്രത്തിന്റെ അളവ് അത് കൂട്ടും. ശരീരത്തിൽ വെള്ളം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചായ കാപ്പി ആലോചിക്കില്ല. ഒരു കപ്പ് ചായ കുടിക്കുമ്പോൾ അത്രയും മൂത്രത്തിന്റെ അളവ് അത് കൂട്ടുകയാണ് ചെയ്യുക. അപ്പൊ പൊതുവെ ചായ കാപ്പി കുടിക്കുമ്പോൾ നിങ്ങൾ വെള്ളം റീപ്ലേസ് ചെയ്യുന്നത് നല്ലതാണ്. അത് ഒരു പരിധി വരെ ഒരു 2 മുതൽ 3 കപ്പ് വരെ മാത്രം ചായയോ കാപ്പിയോ ഒരു ദിവസം ഉൾപ്പെടുത്തുന്നതാണ് ഒരു ആരോഗ്യപരമായിട്ടുള്ള ആഹാര രീതിക്ക് ഏറ്റവും ഉത്തമം. ഇനി നമ്മളുടെ ഏറ്റവും വലിയൊരു കൾപ്രിട്ടാണ് ഉപ്പ് എന്ന് പറയുന്നത്, സോൾട്ട്. സോൾട്ടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഉപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ പൊതുവെ അമിതമായ രക്തസമ്മർദ്ദം എന്ന് പറയുന്നതിനോട് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ BP ഉള്ള പേഷ്യൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉപ്പിനെ നമ്മൾ പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഉപ്പ് എന്ന് പറയുമ്പം സോഡിയം എന്ന് പറയുന്ന ഒരു ഗണത്തിനെയാണ് നമ്മൾ അതിൽ കൺസിഡർ ചെയ്യുന്നത്. സോഡിയം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലുള്ള ഒരു കാറ്റഗറിയാണ് ഉപ്പ്. അതേപോലെ തന്നെ അപ്പക്കാരം, ബേക്കിംഗ് പൗഡർ, അല്ലെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് റെഡി ടു ഈറ്റ് എന്ന് പറയുന്ന പാക്കറ്റ് പൊട്ടിച്ച് കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ അത് അവർ നിശ്ചയിച്ച ഒരു തീയതി വരെ അത് കേടാവാതിരിക്കാൻ പൊതുവെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യും. ഈ പറയുന്ന പ്രിസർവേറ്റീവ്സ് എല്ലാം സോഡിയം അടങ്ങിയതാണ്. അപ്പൊ ഇത്തരം വരുന്ന ഭക്ഷണങ്ങളിലേക്ക് പോകുമ്പം അത് ക്രമീകരിക്കാൻ നമുക്ക് പറ്റണം. അപ്പൊ ഒരു ദിവസം ഒരു ശരാശരി ഭാരതീയന് ഉപയോഗിക്കാൻ പറ്റുന്നത് 1 ടീസ്പൂൺ ഉപ്പാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടില് 4 പേരാണെങ്കിൽ 4 ടീസ്പൂൺ ഉപ്പാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. 1 ടീസ്പൂൺ എന്ന് പറയുന്നത് 5 ഗ്രാമാണ്. ഇപ്പൊ കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അറിയാം 1 ടീസ്പൂൺ 5 ഗ്രാം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അപ്പൊ ആ ഒരു അളവിൽ മാത്രമേ ഉപ്പ് ഉപയോഗിക്കാൻ പാടുള്ളൂ. നമ്മളുടെ ഉപയോഗം എന്ന് പറയുന്നത് 14 മുതൽ 18 ഗ്രാം വരെയാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന WHO ഒക്കെ പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അച്ചാറ്, പപ്പടം, അല്ലെങ്കിൽ അത്തരം പിന്നെ പിക്കിൾഡ് ആയിട്ടുള്ള ഈ ഉപ്പിലിട്ടതുപോലെയുള്ള ഭക്ഷണങ്ങൾ, അല്ലെങ്കിൽ പൊതുവെ ഉപയോഗിക്കുന്ന കറികളിൽ വീണ്ടും കുക്ക് ചെയ്തതിന് ശേഷം മേശമേൽ എത്തുമ്പോൾ വീണ്ടും ഒരു ഉപ്പിടുന്ന പ്രവണത, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ ഈ ഉപ്പ് ഉപയോഗം വല്ലാതെ കൂട്ടുന്നത്. അപ്പൊ ഉപ്പ് നമ്മൾ ക്രമീകരിക്കാൻ ഒന്ന് നമ്മള് ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ക്ലാസ് കഴിഞ്ഞിട്ട് ഡൗട്ട് ചോദിക്കുന്നല്ലേ നല്ലത്. ഓക്കെ. സോ ഉപ്പ് ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഉപ്പ് ഉപയോഗം നമ്മൾ ക്രമീകരിക്കാൻ ഒന്ന് നമ്മൾ മിതമായി മാത്രം ഉപ്പ് ഭക്ഷണത്തിൽ ചേർക്കുക. നമ്മുടെ ടേസ്റ്റ് ബഡ്സ് എന്ന് പറയുന്ന സാധനമുണ്ട്. അപ്പൊ അത് നമ്മൾ എങ്ങനെയാണോ കഴിച്ച് നമ്മൾ ശീലിച്ചത് അതിനോടാണ് കൂടുതൽ യോജിക്കുന്നത്. അതുകൊണ്ടാണ് പല ആളുകൾക്കും പല രീതിയിൽ ഉപ്പും എരിവും പുളിയും ഒക്കെ വേണ്ടി വരുന്നത്. അപ്പം ഏറ്റവും മിതമായ രീതിയിൽ മാത്രം ഉപ്പിനെ നമ്മുടെ നാവിലേക്ക് ഒരു രുചിയായിട്ട് കൊടുത്ത് ശീലമാക്കുക എന്നുള്ളതാണ് ഉപ്പുപയോഗം കുറയ്ക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക് കൂടുതൽ പോവുക. പാക്കറ്റ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിയുന്നതും ഒരു പരിധി വരെ നമുക്ക് പാടെ ഒഴിവാക്കാൻ ഇപ്പോഴത്തെ ഒരു ജീവിത രീതിയിൽ നമുക്ക് പറ്റില്ല. പക്ഷെ ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കത് കുറയ്ക്കാൻ പറ്റും. അതാണ് ഉപ്പ് എന്ന ഘടകത്തിൽ പറയാനുള്ളത്. അടുത്തത് പഞ്ചസാരയാണ്. നമ്മൾ പൊതുവെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ശരാശരി പഞ്ചസാരയുടെ ഉപയോഗം എന്ന് പറയുന്നത് ഒരു ദിവസം 5 ടീസ്പൂൺ വരെയാണ്. നേരത്തെ പറഞ്ഞ പോലെ 1 ടീസ്പൂൺ നമ്മൾ
5 ഗ്രാം ആയിട്ട് കണക്കാക്കുകയാണെങ്കിൽ അങ്ങനത്തെ 5 ടീസ്പൂണാണ് നമ്മൾ ഒരു ദിവസം പഞ്ചസാരയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു സമീകൃത ആഹാരത്തിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് എങ്ങനെ ക്രമീകരിക്കാം എന്ന് ചോദിച്ചാൽ, ഇപ്പൊ രാവിലെയും വൈകുന്നേരവും നിങ്ങൾ 2 ചായ കുടിക്കുന്നത്, അതായത് ഓരോ ഗ്ലാസ് ചായ വീതം കുടിക്കുന്ന ആളാണെങ്കിൽ അതിൽ നിങ്ങൾ ഓരോ ടീസ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ, പിന്നെ ആഴ്ചയിൽ 1 or 2 തവണ നിങ്ങൾ എന്തെങ്കിലും ഒരു മധുരം കഴിക്കുകയാണെങ്കിലും അത് അമിതമാവില്ല. അപ്പൊ ആ രീതിയിൽ ക്രമീകരിക്കാൻ പറ്റണം. അപ്പൊ നിങ്ങൾ ഇന്ന് അമിതമായി കഴിച്ചാൽ നാളെ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് അത് ബാലൻസ് ചെയ്യാൻ പറ്റണം. ആ രീതിയിൽ നമ്മൾ ക്രമീകരിക്കുന്നതിനാണ് നമ്മൾ സമീകൃത ആഹാരത്തിലെ ഒരു പ്രാക്ടിക്കൽ രീതി എന്ന് പറയുന്നത്. പഞ്ചസാര അളവ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത്, ഒന്ന് ഈ കാർബണേറ്റഡ് ആയിട്ടുള്ള പെപ്സി, കൊക്കോകോള, 7up പോലുള്ള പാനീയങ്ങൾ. ഇത് നിങ്ങൾ ആ ഗ്യാസ് ഒക്കെ കളഞ്ഞ് കുറച്ചു നേരം വെച്ചിട്ട് കുടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ മധുരം കൊണ്ട് അത് കുടിക്കാൻ പറ്റില്ല. അപ്പൊ അത്രയും ആഡഡ് ഷുഗേഴ്സ് വരുന്ന ഇങ്ങനത്തെ റെഡി ടു ഡ്രിങ്ക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റുന്നതോ ആയിട്ടുള്ള ഭക്ഷണങ്ങളെ എപ്പോഴും കരുതലോടെ സമീപിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി വരുന്നത് കൊഴുപ്പിനാണ്. കൊഴുപ്പ് എന്ന് പറയുമ്പോൾ 2 രീതിയിലാണ് നമ്മൾ പറയാം. ഒന്ന് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയും, മറ്റേ നമ്മൾ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയും. സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത് ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന, ശരീരം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുപ്പുകളാണ്. അത് നമ്മൾ ഭക്ഷണത്തിലൂടെ അധികം ഉൾപ്പെടുത്തണ്ട. എന്നാൽ അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്നത് ശരീരം ഉൽപ്പാദിപ്പിക്കില്ല, അത് നമ്മൾ ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്തുമ്പോൾ കുറച്ചും കൂടെ നല്ലതാണ്. നിങ്ങൾക്കറിയാം പല രീതിയിലുള്ള ബ്ലഡ് വേരിയേഷൻസ് ഉണ്ടാവും, HDL കൂടുതൽ, LDL കൂടുതൽ എന്നുള്ള രീതിയിൽ. അപ്പൊ ഇതൊക്കെ ഈ എന്താ പറയുക, ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന കൊഴുപ്പ് അമിതമായി എടുക്കുമ്പോഴും അല്ലെങ്കിൽ അല്ലാത്ത കൊഴുപ്പ് അളവ് കുറയുമ്പോഴൊക്കെയാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. അൺസാച്ചുറേറ്റഡ് എന്ന് പറയുന്ന കൊഴുപ്പ് പൊതുവെ വെള്ളം പോലെയുള്ള എണ്ണകളാണ്. നമ്മൾ വിസിബിൾ ആയിട്ടുള്ള എണ്ണകൾ പറയുമ്പോൾ അല്ലെങ്കിൽ കൊഴുപ്പുകൾ പറയുമ്പോൾ ഈ ഒലീവ് ഓയിൽ, നമ്മളെ റൈസ് ബ്രാൻ ഓയിൽ അല്ലെങ്കിൽ തവിടെണ്ണ എന്ന് പറയുന്നത്, കടുകെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഇതൊക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ്സിന്റെ ഉദാഹരണങ്ങളാണ്. ഇനി അത് നട്ട്സ് വെറൈറ്റീസിൽ പറയുകയാണെങ്കിൽ ബദാം അല്ലെങ്കിൽ ആൽമണ്ടുകൾ, വാൽനട്ടുകളൊക്കെ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. മറ്റ് നട്ട്സുകളൊക്കെ കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്, അല്ലെങ്കിൽ അൺഹെൽതി എന്ന് പറയുന്ന കാറ്റഗറി ഫാറ്റുകളിലാണ് കൂടുതലും വരുന്നത്. നമ്മൾ പൊതുവെ എല്ലാവരും ഒരു മലയാളിയൊക്കെ കഴിക്കുന്ന കടലയൊക്കെ സാച്ചുറേറ്റഡ് ഫാറ്റിലാണ് കൂടുതലും അതിന്റെ ഒരു അളവ് ഉള്ളത്. അതേപോലെ അവക്കാഡോ, ബട്ടർ ഫ്രൂട്ട് കഴിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും, അതൊക്കെ ഗുഡ് ഫാറ്റ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ആണ് വരുന്നത്. ഇനി സാച്ചുറേറ്റഡ് ഫാറ്റ് പറയുമ്പോൾ നമ്മൾ കട്ടിയായിട്ടുള്ള എണ്ണകളൊക്കെ, നമ്മളെ വെളിച്ചെണ്ണ തണുപ്പത്ത് കട്ടിയാവും, അതേപോലെ പാം ഓയിൽ അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നമ്മളെ ഗീ, അതേപോലെ തന്നെയുള്ള കൊഴുപ്പുകളാണ് നമ്മൾ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്ന ഈ ബീഫ്, മട്ടൺ പോലുള്ള മാംസങ്ങളിലുള്ള കൊഴുപ്പുകളും കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റ് ആണ്. എന്നാൽ നമ്മൾ ഈ മത്സ്യങ്ങളിലുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ അൺസാച്ചുറേറ്റഡ് അല്ലെങ്കിൽ നല്ല കൊഴുപ്പായിട്ടാണ് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പൊ കൊഴുപ്പ് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ നേരത്തെ ഷുഗറിന് പറഞ്ഞ കണക്ക് പോലെ ഉപയോഗിക്കുന്ന എണ്ണകൾ അല്ലെങ്കിൽ ആഡഡ് ഓയിൽ എന്ന് പറയുന്നത് ഒരു ദിവസം മാക്സിമം 5 ടീസ്പൂൺ ആണ് ഒരാൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന എണ്ണയുടെ അളവ്. അപ്പൊ നമ്മൾ അത് പിന്നെ ഏറ്റവും നല്ല രീതി നമ്മൾ പറയുന്നത്, ഈ പറയുന്ന എല്ലാ എണ്ണകളും മാറി മാറി ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ല രീതി എന്നാണ്. പക്ഷെ ഏതാണെങ്കിലും ഈ അൺസാച്ചുറേറ്റഡ്, ഇപ്പൊ തവിടെണ്ണ ഏറ്റവും നല്ലതാണെന്ന് വെച്ച് കോരി ഒഴിക്കാൻ പറ്റില്ല, കാരണം അത് നമ്മൾ ആവശ്യത്തിലും കൂടുതലുള്ള എനർജിയിലേക്ക് അത് കൊണ്ടുപോകും, അമിതവണ്ണം വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് എണ്ണ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിലും ഒരു ദിവസം 5 ടീസ്പൂണിൽ കൂടാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി വരുന്നത് നമ്മൾ റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളുടെ ഈ ഫോട്ടോ കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും പെട്ടെന്ന് നമുക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്. ചിപ്സുകൾ, ബർഗേഴ്സ് അല്ലെങ്കിൽ പിസ്സ പോലെയുള്ള സാധനങ്ങളൊക്കെ. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കൊഴുപ്പിന്റെ അംശം കൂടുതലാണ്, മധുരത്തിന്റെ അംശം കൂടുതലാണ്, സോൾട്ടിന്റെ അംശവും കൂടുതലാണ്, അല്ലെങ്കിൽ സോഡിയത്തിന്റെ അംശവും കൂടുതലാണ്. ഇത് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള ഏറ്റവും നല്ല ഒരു കാര്യമായിട്ടാണ് പറയുന്നത്. അതായത് ഇതിന്റെ കഴിക്കുന്ന അളവ് കൂടുതലാണെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യതയോ അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ ആ ഒരു അവസ്ഥയിലോ നിൽക്കാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ് എന്നാണ് WHO മുന്നറിയിപ്പ് നൽകുന്നത്. HFSS എന്നാണ് അതിനെ പറയാം, ഹൈ ഫാറ്റ്, ഹൈ ഷുഗർ, ഹൈ സോൾട്ട് എന്നുള്ള കൺസെപ്റ്റ് ആണ് HFSS ഫുഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു കാറ്റഗറി നമ്മൾ കഴിക്കുന്നതിന്റെ തോത് ഒരു പകുതിയിലേക്കെങ്കിലും കൊണ്ടുവരാൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി എനിക്ക് പറയാനുള്ളത് നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങളുടെ ഒരു ഗുണം എന്താണ് എന്നുള്ളതാണ്. അപ്പൊ നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നാര് നമ്മളെ കുടലിൽ പോയിട്ട് നമ്മൾ ഫെർമെന്റ് ചെയ്യും എന്നാണ് പറയുന്നത്. നമ്മൾ ഇഡ്ലി മാവൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ അടുത്ത ദിവസത്തിലേക്ക് വരുമ്പോൾ അത് പൊന്തും. അതേപോലെ നല്ല നാര് കുടലിൽ പോയിട്ട് ഫെർമെന്റ് ചെയ്യും. ഈ ഫെർമെന്റ് ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയകൾ കുടലിൽ ഉണ്ടാവും. അതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. അത് നമ്മളെ കുടലിന്റെ ആരോഗ്യത്തിന്, സന്തോഷത്തിനും ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത്. നല്ല സമീകരണം, ഞാൻ നേരത്തെ കാണിച്ച പ്ലേറ്റ് എല്ലാവർക്കും ഓർമ്മ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ രീതിയിൽ ഒരു പ്ലേറ്റ് നമ്മൾ ഉൾപ്പെടുത്തുമ്പോൾ
അതായത് ഒരു നല്ല സമീകൃതമായിട്ടുള്ള ആഹാരം കഴിക്കുന്ന ആളുകളിൽ ഉണ്ടാവുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ആൻസൈറ്റി പോലുള്ള ബുദ്ധിമുട്ടുകൾ ഒരുപാട് കുറവാണ് എന്നാണ് ഒരു അൺഹെൽതി ആയിട്ടുള്ള ഭക്ഷണ രീതിയിൽ കഴിക്കുന്ന ആളുകളെക്കാളും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പിന്നെ നമ്മൾ വരുന്ന ക്രോണിക് ഡിസീസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രമേഹം അല്ലെങ്കിൽ അമിത രക്തസമ്മർദ്ദം, ഹൃദയം, കരൾ, വൃക്ക പോലുള്ള അസുഖങ്ങൾ നമുക്ക് ഒരു പരിധി വരെ തടയാൻ നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങൾ സഹായിക്കും എന്ന് പറയുന്നു. നല്ല ഒരു രീതിയിൽ വെയിറ്റ് കുറയ്ക്കാനും നല്ല നാരടങ്ങിയ, കാരണം നാര് നമുക്ക് കാലറി അല്ലെങ്കിൽ എനർജി തരില്ല. നല്ല നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അമിതമായിട്ട് ഊർജം വരുന്ന ഒരു ആഹാര രീതി നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം എപ്പോഴും വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും വെയിറ്റ് കുറയ്ക്കാനും ഒക്കെ നല്ലൊരു നാരടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മളെ സഹായിക്കും. ഇനി ഒരു നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതിയാണ് എനിക്ക് പറയാനുള്ളത്. അത് പറയുമ്പോൾ നമ്മൾ സാവധാനം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശരിയായ രീതി. നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വയറ് നിറഞ്ഞു എന്നുള്ള തോന്നൽ വരണം. എന്നാലേ നമുക്ക് കഴിക്കുന്ന ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി വരുള്ളൂ. ആ വയറ് നിറഞ്ഞു എന്നുള്ള തോന്നൽ വരണമെങ്കിൽ നമ്മൾ കഴിച്ച് ഏകദേശം 15-20 മിനിറ്റ് ആവണം. എന്നാലേ ബ്രെയിനിലേക്ക് ആ ഒരു റിഫ്ലക്സ് പോവുള്ളൂ. അപ്പൊ നമുക്കറിയാം നാഡീഞരമ്പുകൾ എല്ലാം നമ്മളെ ഈ കുടലിന്റെ ഒക്കെ അറ്റത്തുണ്ട്. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ച് ഏകദേശം ഒരു 15 മിനിറ്റ് എടുക്കണം ഈ ഒരു റിഫ്ലക്സ് നമ്മൾക്ക് ബ്രെയിനിലേക്ക് തിരിച്ചു പോകാൻ. വയറ് നിറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ തിരക്ക് പിടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് തൃപ്തിയായിട്ടില്ല എന്ന് തോന്നും. അപ്പൊ സാവധാനം ഇരുന്ന് കഴിക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾ ഫീൽ ചെയ്യുന്ന തൃപ്തി ഒന്ന് വേറെ തന്നെയാണ്. ഇത് തന്നെയാണ് ഒരു ബ്രെയിനിന്റെ ഇതിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് സാവധാനം കഴിക്കുമ്പോൾ ഒരുപാട് കഴിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതേപോലെ തന്നെ അത് നമുക്ക് അനാവശ്യമായിട്ട് നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാക്കുന്ന അമിതമായിട്ടുള്ള ഊർജം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നന്നായി ചവച്ചരച്ച് കഴിക്കുമ്പോൾ ദഹനം ഏറ്റവും നല്ലതായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ്സ് ആദ്യത്തെ ദഹനം നടക്കുന്നത് നമ്മളെ വായിലാണ്. നമ്മൾ ഉമിനീര് എന്ന് പറയുന്നത് സലൈവറി അമൈലേസ് എന്നാണ് നമ്മൾ അതിനെ ഇംഗ്ലീഷിൽ പറയുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആദ്യത്തെ ദഹനം ത്തിന് എളുപ്പം ചെയ്യുന്ന ഒരു ഘടകമാണ്. അപ്പൊ നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ച് എന്ന് പറയുന്നത് ആദ്യത്തെ കട്ടിങ് നടക്കുന്നത് നമ്മളെ വായിലാണ്. അപ്പൊ ഒരു കുഴമ്പ് രൂപത്തിലാകുന്ന വരെ നമ്മൾ ചവയ്ക്കണം ഭക്ഷണം എന്നാണ് പറയുക. അപ്പോൾ ഏകദേശം ഒരു നല്ല രീതിയിൽ നമ്മൾ ഭക്ഷണം ചവച്ച് മാത്രം എന്ത് ചെയ്യുക, ഭക്ഷണം ഇറക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ദഹനവും അതുവഴി നല്ല ദഹനം നടക്കുമ്പോൾ മാത്രമാണ് നല്ല രീതിയിൽ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. ഈ ഒരു നല്ല രീതിയിൽ നമ്മൾ അല്ലെങ്കിൽ നന്നായി ചവച്ച് ഇറക്കുമ്പോൾ നമ്മളുടെ മുഖത്തിന്റെ ഷേപ്പ് പോലും, അതായത് നല്ലൊരു മുഖത്തിന്റെ ഷേപ്പ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ന് വരെ പഠനങ്ങൾ പറയുന്നുണ്ട്. ഇനി നമ്മൾ അമിത വണ്ണം തടയാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സ്ട്രെസ് കാരണമോ ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യാം. നമ്മളെ ഭക്ഷണങ്ങൾ സ്കിപ്പ് ചെയ്യുന്നത് നമ്മളെ ദഹന പ്രക്രിയനെ മൊത്തത്തിൽ തന്നെ മാറ്റും. അതേപോലെ തന്നെ നമ്മൾക്ക് ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നതെങ്കിൽ ആ ദിവസത്തെ പൂർണ്ണമായിട്ടുള്ള നമ്മളെ പ്രവർത്തികളൊക്കെ ഒരു സ്ലോ ആയിരിക്കും. നമുക്ക് ഒന്നിനും ഒരു ഊർജം കിട്ടില്ല, ഒരു ഉഷാറ് തോന്നില്ല. അതേപോലെ തന്നെ മൂഡ് സ്വിങ്സ്, പെട്ടെന്ന് ദേഷ്യം വരിക, പെട്ടെന്ന് സങ്കടം വരിക, അല്ലെങ്കിൽ ഒന്നും ചെയ്യണ്ട എന്ന് തോന്നുക. ഇനി ഒരു സമയം നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ അടുത്ത സമയം അമിതമായിട്ട് കഴിക്കുക. ഈ ഒരു രീതിയെല്ലാം നമ്മളെ ശരീരത്തിലെ രക്തത്തിൽ പഞ്ചസാരന്റെ അളവിൽ വരുന്ന വ്യത്യാസങ്ങൾ കൂടുതലായിട്ട് ബാധിക്കും. അതായത് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായി ഇങ്ങനെ മീൽസ് ഒക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ ഭാവിയിൽ പെട്ടെന്ന് തന്നെ വരാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് പ്രമേഹം. അപ്പോൾ നമ്മൾ എപ്പോഴും സമയത്തിന് ഈ പറയുന്ന രീതിയിൽ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തി കഴിക്കുക എന്നുള്ളത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മറ്റൊരു കാര്യമാണ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്, നമ്മൾ മനസ്സറിഞ്ഞ് കഴിക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ നന്നായി ചവച്ചരച്ച് കഴിക്കുക എന്നുള്ളതാണ്. ചെറിയ ഉരുളകളിൽ ചെറിയ ബൈറ്റ്സ് എടുക്കുക, അത് നന്നായി ചവയ്ക്കുക. അതേപോലെ തന്നെ നമ്മൾ ചവയ്ക്കുന്നതിന്റെ ഇടയിൽ മാക്സിമം നന്നായി ബ്രീത്ത് എടുത്ത് ചവയ്ക്കാൻ ശ്രമിക്കുക. അത്രയും സ്ലോ ആയിട്ട് ചവയ്ക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇത് വളരെ ഐഡിയൽ കണ്ടീഷനാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്യുന്ന രീതിയിൽ നിന്നും ചെറിയൊരു മാറ്റങ്ങൾ വരുത്തി നല്ലൊരു മാറ്റത്തിലേക്ക് അത് വരാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഒരു ഓവർനൈറ്റ് കൊണ്ട് പരിപൂർണമായി മാറുന്ന രീതിയെക്കാളും എപ്പോഴും നല്ലത്. അതേപോലെ തന്നെ ഒരു ഫാമിലിയായി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാവുന്ന മാനസികാവസ്ഥയും ഭക്ഷണത്തിനോടുള്ള സമീപനവും അല്ല ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പൊ കഴിയുന്നതും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. കഴിയുന്നതും നമ്മളുടെ ഒരു കിച്ചൺ ഗാർഡൻ ഒക്കെ കീപ്പ് ചെയ്ത് നമ്മൾ വീട്ടുവളപ്പിൽ തന്നെ ചെറിയ രീതിയിൽ ഇപ്പൊ അതൊരു പച്ചമുളക് ആയിക്കോട്ടെ, അങ്ങനത്തെ ഭക്ഷണങ്ങൾ പ്രത്യേകിച്ച് കുട്ടികൾക്കും അങ്ങനെ നമ്മൾ ഫാമിംഗ് എന്ന് പറയുന്ന രീതി കുട്ടികളിലേക്കും നമ്മൾ ആ ഒരു സ്കില്ല് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്കും അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനുള്ള താല്പര്യം ഉണ്ടാവുകയും ഒരു ഹെൽത്തി ഈറ്റിങ്ങിലേക്ക് അവരെ കൊണ്ടുപോകാനും പറ്റും. കഴിയുന്നതും സ്ക്രീൻ ടൈമിങ് അല്ലെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ TV പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭക്ഷണ രീതി നമ്മൾ കഴിയുന്നതും ഒഴിവാക്കുക. മൈൻഡ്ഫുൾ ഈറ്റിങ്ങിന്റെ ഒരു എക്സ്ട്രീം തിങ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ
കണ്ണടച്ചിട്ട് നമ്മളിപ്പോ ഒരു ഉരുള ചോറാണ് വായിലിടുന്നതെങ്കിൽ ആ ചോറ് പൊടിയുന്നത് കണ്ണടച്ച് നമ്മൾ ഫീൽ ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ആണ് മൈൻഡ്ഫുൾ ഈറ്റിങ്ങിന്റെ ഒരു കല നമ്മൾ പറയുന്നത്. അപ്പൊ നല്ലൊരു പ്ലേറ്റ് നമ്മൾ അറേഞ്ച് ചെയ്ത് ഈ ഒരു രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എനിക്ക് മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോട് ഉള്ള സമീപനം കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യമാണ് നമ്മൾ ഉറക്കം. നമ്മുടെ ജീവിത രീതിയിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഉറക്കം. പ്രത്യേകിച്ച് നമ്മളെ തലച്ചോറുകൾക്കും നമ്മുടെ ശരീരത്തിലെ മറ്റ് വൈറ്റൽ ഓർഗൻസിനും നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള കാര്യമാണ് നല്ല രീതിയിലുള്ള ഉറക്കം. അതെപ്പോഴും ഒരു നേരത്തെ ഉറങ്ങി നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളതാണ്. പൊതുവെ ജീവിതശൈലി രോഗങ്ങൾ, ഇതുപോലെ ഡിപ്രഷൻ, ആൻസൈറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ നല്ലത്. അത്തരം ആളുകളിൽ ഇത്തരം പ്രശ്നങ്ങൾ കുറവാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത് ഒരു 6 മണിക്കൂറെങ്കിലും ഒരു ഇടതടവില്ലാത്ത നല്ലൊരു ഉറക്കം കിട്ടാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. 6 hours ഓഫ് അൺഇൻറ്ററപ്റ്റഡ് സ്ലീപ്പ്. അപ്പൊ ആ ഒരു രീതിയിൽ നേരത്തെ ഉറങ്ങി 6 മണിക്കൂറെങ്കിലും നല്ലൊരു ഉറക്കം കിട്ടുന്ന രീതിയിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ഉറക്കത്തിന്റെ ഒരു ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ നമ്മൾ കൊണ്ടുവരാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി പറയാനുള്ളത് ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്. നമ്മൾ കൊഴുപ്പ്, അതേപോലെ തന്നെ നമ്മളെ ശരീരത്തിൽ വരുന്ന വെയിറ്റ് എന്ന് പറയുന്നത് നമ്മളെ കൊഴുപ്പ്, അതേപോലെ മസിലുകളുടെ ഭാരം, എല്ലിന്റെ ഭാരം, നമുക്ക് ഫ്ലൂയിഡ്സ് ഉണ്ട്, രക്തം പോലുള്ള ഒരുപാട് നല്ല ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിൽ. ഇതെല്ലാം കൂടിയാണ് നമ്മളൊരു വെയിങ് സ്കെയിലിൽ നിൽക്കുമ്പോൾ നമുക്ക് തൂക്കമായിട്ട് കാണുന്നത്. അപ്പൊ ഒരു ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് എന്ന് പറയും, അതിൽ എത്ര നല്ല വെയിറ്റ് ഉണ്ട് എന്ന് നമുക്ക് പറയുന്ന അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിലേക്ക് ആ ഒരു ഘടകം ഉൾപ്പെടുത്തുന്ന കാര്യമാണ് നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഡെയിലി റൂട്ടീനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന ചെറിയതും വലുതുമായിട്ടുള്ള നല്ല വ്യായാമങ്ങൾ എന്ന് പറയുന്നത്. വ്യായാമം ചെയ്യുമ്പോൾ നമുക്ക് ശരീരത്തിലെ മസിലുകളൊക്കെ സ്റ്റിമുലേറ്റഡ് ആവുകയും മസിൽസിന്റെ അളവ് കൂടുകയും ചെയ്യുകയും അതോടൊപ്പം തന്നെ ശരീരത്തിൽ കൊഴുപ്പിന്റെ അളവ് കുറയുകയും ചെയ്യും. അപ്പൊ നമ്മളൊരു വെയിറ്റ് കുറവുള്ള ഒരാളാണെങ്കിലും വെയിറ്റ് ഈക്വൽ ആയിട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിലും അമിതവണ്ണം ഉള്ള ഒരാളാണെങ്കിലും ഒക്കെ വ്യായാമം നമ്മളെ ഡെയിലി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമാക്കുന്നത് ശരീരത്തിൽ ഈ പറയുന്ന മസിലുകളുടെ ഒരു കോമ്പോസിഷൻ കൂടാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുക. മസിലുകൾ നമുക്ക് എന്തിനെന്ന് ചോദിച്ചാൽ ജീവിതശൈലി രോഗങ്ങൾ കുറയ്ക്കാൻ മസിലുകൾ സഹായിക്കും. എന്തെങ്കിലും ഒരു അക്യൂട്ട് ഇവന്റ്, അതായത് നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് ഹോസ്പിറ്റലൈസേഷൻ വരുമ്പോൾ ഏറ്റവും നല്ല മസിലുള്ള ആരോഗ്യമുള്ള ഒരാൾക്ക് വേണ്ട ചികിത്സ, അയാൾ പ്രതികരിക്കുന്ന, അതായത് ചികിത്സയോട് അയാൾ പ്രതികരിക്കുന്ന രീതി, ഫിസിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള, അങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യാത്ത ഒരാള് ചികിത്സയോട് പ്രതികരിക്കുന്ന രീതിയും രണ്ടാണ്. അപ്പൊ നല്ലൊരു വ്യായാമം നമ്മളുടെ റുട്ടീന്റെ ഭാഗമാക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഡെയിലി ഇങ്ങനെ ചെയ്യണം എന്നില്ല. നല്ലൊരു ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരാഴ്ച ഒരു 150 മിനിറ്റ്സ്, ഒരു 150 മിനിറ്റ് ഒരാഴ്ച ചെയ്യുന്ന രീതിയാണ്. അത് ഒരു അരമണിക്കൂർ വെച്ച് ഒരു 3 ദിവസം 4 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയം നിങ്ങൾക്ക് ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 1.5 ദിവസങ്ങളിലൊക്കെ ഈ ഒരു വ്യായാമത്തിന്റെ സമയം നിങ്ങൾക്ക് ക്രമീകരിക്കാൻ പറ്റും. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എപ്പോഴും അവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് ഉൾപ്പെടുത്തുക എന്നുള്ളത്. ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് എന്ന് പറയുമ്പോൾ പൊതുവെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളം അടങ്ങിയ ഭക്ഷണങ്ങളോ, അത് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പാനീയങ്ങളൊക്കെ പോലുള്ളതോ, അല്ലെങ്കിൽ പ്രോട്ടീൻ അടങ്ങിയ മുട്ടയോ നട്ട്സുകളൊക്കെ നമുക്ക് സ്നാക്കിങ്ങിന്റെ ഭാഗമായിട്ട് കൊണ്ടുപോകാം. അതേപോലെ തന്നെ ചായ കാപ്പി അമിതമാവാതെ ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളെ പ്ലേറ്റ് ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഒരു ഫാഷൻ ട്രെൻഡിനെ, അതായത് എങ്ങനെ ഒരു ഡയറ്റിംഗ് കൊണ്ടുപോകാം എന്നുള്ളതിന്റെ ഒരു ട്രെൻഡിനെ പറയുന്നതാണ് ഫാറ്റ് ഡയറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പം കുറെ കാലമായി നമ്മൾ ഇപ്പം അധികം ലൈം ലൈറ്റിൽ നിൽക്കാത്ത നമ്മളെ കീറ്റോ ഡയറ്റ് അതിന്റെ ഒരു ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഇപ്പം ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് പോലുള്ളത്, അതേപോലെ ഈ മറ്റ് സപ്ലിമെന്റ്സ് മാത്രം ഉപയോഗിച്ച് മീൽ റീപ്ലേസ്മെന്റിൽ നമ്മൾ ചെയ്യുന്ന പെട്ടെന്ന് റിസൾട്ട് കിട്ടുകയും എന്നാൽ ചെറിയ ഡ്യൂറേഷൻ മാത്രം ആ ഡയറ്റ് ഫോളോ ചെയ്യുകയും അത് ശരീരത്തിൽ വളരെ മോശമായിട്ടുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ഭക്ഷണ രീതിയാണ് ഫാറ്റ് ഡയറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് AI-നോട് ചോദിച്ചിട്ട് ഭക്ഷണം ഫോളോ ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ മാറ്റി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ, നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ എങ്ങനെയാണോ ഭക്ഷണം കഴിച്ചിരുന്നത് അതിനെ എങ്ങനെ ഹെൽത്തി ആക്കാം എന്നുള്ളത് ഈ ഒരു ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഏറ്റവും പ്രാപ്തരായിട്ടുള്ള ആളുകൾ ഡയറ്റീഷ്യൻസ് ആണ്. അപ്പൊ അവരുടെ അടുത്തേക്ക് നിങ്ങൾ എത്തുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് വളരെ റീസെന്റ് ആയിട്ട് ഒരു പെൺകുട്ടി, അവർക്ക് ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടായിരുന്നു. അതിന്റെ സിവിയർ ആയിട്ടുള്ള ഡയറ്റിൽ റെസ്ട്രിക്ഷൻസ് വെച്ചത് കൊണ്ട് മാത്രം ജീവൻ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി നമുക്ക് എല്ലാവർക്കും ഇപ്പൊ അടുത്ത കാലത്ത് വാർത്തകളിലൊക്കെ വന്നതാണ്.
അപ്പൊ ഈറ്റിംഗ് ഡിസോർഡർ ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൽ ഡയറ്റീഷ്യൻ മാത്രമല്ല സൈക്കോളജിസ്റ്റും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുക. അപ്പൊ ഈ ശരിക്കും നമ്മൾ ആഹാര രീതിയിലെ പ്രശ്നം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട്, ആരോഗ്യപരമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാവുക. അപ്പൊ കാണാൻ നിങ്ങൾ വെയിങ് സ്കെയിലിൽ നോക്കുമ്പോൾ 10 കിലോ 10 ദിവസം കൊണ്ട് കുറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലെയിമുകൾ പറയുന്ന ആളുകൾ അത്തരം റിസൾട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. എന്നാൽ ഒരു പോയിന്റിൽ നിങ്ങൾ അത് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അതിനേക്കാൾ ഡബിൾ ആയിട്ട് വെയിറ്റ് കൂടുന്ന സാഹചര്യം ശരീരത്തിന് വളരെ മോശമാണ്. നിങ്ങൾ ഒരു 10 ദിവസം അമിതമായുള്ള റെസ്ട്രിക്ഷൻ കാരണം നിങ്ങൾക്ക് ഒരുപാട് പോഷകാഹാരക്കുറവ് വന്നിട്ടുണ്ടാവും. ഇതെല്ലാം ജീവിതശൈലി രോഗങ്ങളിലേക്ക് നിങ്ങളെ തള്ളിവിടാൻ കാരണമാക്കും. അപ്പൊ ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ സയന്റിഫിക് ആയിട്ട് അതിനെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഡയറ്റീഷ്യൻസിന്റെ അടുത്തേക്ക് നിങ്ങൾ പോവുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ ഈ കവർ ചെയ്ത എല്ലാ സ്ലൈഡ്സും ജനറലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്ക് നിങ്ങൾ എങ്ങനെ ഇൻഡിവിജ്വലൈസ് ചെയ്യുക, നിങ്ങളെ രീതിയിലേക്ക് വന്ന് നിങ്ങളെ ജോലി സമയം പോലും ശ്രദ്ധിച്ചിട്ടാണ് ഒരു ഡയറ്റീഷ്യൻ നിങ്ങൾക്ക് ഭക്ഷണ ക്രമീകരണങ്ങൾ പറഞ്ഞു തരിക. കാരണം നിങ്ങളെ റുട്ടീനിനെ ബുദ്ധിമുട്ടാക്കാതെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം എന്ന് പറയണമെങ്കിൽ അതിന് ഒരു ഡയറ്റീഷ്യന്റെ ആവശ്യം നിർബന്ധമാണ്. അതേപോലെ തന്നെ ഇത്തരം ഗൂഗിൾ AI ജനറേറ്റഡ് ആയിട്ടുള്ള ഡയറ്റ്സോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന ഡയറ്റ്സോ ഫോളോ ചെയ്യുമ്പോൾ അതിൻ്റെതായ ഹെൽത്ത് ഇമ്പാക്റ്റുകൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇപ്പൊ വെയിറ്റ് ലോസിന് പോവുകയാണെങ്കിൽ പോലും സ്ലോ ആൻഡ് സ്റ്റഡി എന്ന് പറയുന്ന നമ്മൾ ആമയും മുയലും പന്തയം വെച്ച കഥ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ ഏറ്റവും സ്ലോ ആയിട്ട് നിങ്ങളിപ്പോ ഇന്നലെ ഒരു രാത്രി കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായതല്ല ആ വെയിറ്റ് ഗെയിൻ. അതുകൊണ്ട് തന്നെ മെല്ലെ വെയിറ്റ് കുറയുക എന്നുള്ള രീതിയിലേക്ക് മാത്രം എപ്പോഴും ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾ ആരോഗ്യത്തിന് എപ്പോഴും നല്ലത്. അതാണ് സുസ്ഥിരമായിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു ഫുഡ് ലേബലിൽ നിങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ്. ഫുഡ് ലേബലിൽ നമ്മൾ പറയുമ്പോൾ ഒരുപാട് നമ്മൾ പാക്കറ്റ് ഫുഡ്സ് കഴിക്കുമ്പോൾ ഇത്തരം ലോഗോസ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് അതിന്റെ ക്വാളിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലോഗോസ് ആണ്. FSSAIന്റെ ലോഗോ ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. അതുപോലെ ഫോർട്ടിഫിക്കേഷൻ, ഇപ്പം അയഡൈസ്ഡ് ഉപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അയഡൈസ്ഡ് ഉപ്പ് ടാറ്റാ സോൾട്ടിന്റെ ഒക്കെ പാക്കറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ F+ എന്ന് പറയുന്ന ഒരു മുദ്ര അതിലുണ്ടാവും. അതേപോലെ തന്നെ ഓയിലുകളിലൊക്കെ വിറ്റമിൻ D, വിറ്റമിൻ A ഫോർട്ടിഫിക്കേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ F+ വരുന്നത് അതിന്റെ ക്വാളിറ്റി ഇൻഡിക്കേഷൻ ആണ്. അതേപോലെ തന്നെ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ, ഓർഗാനിക് ഫുഡ്സ്, വേഗൻ ഫുഡ്സ്, ഇങ്ങനെ പറയുന്ന ഒരുപാട് ലോഗോസ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഫ്രൂട്ട് ജ്യൂസസ് ഒക്കെ, റിയൽ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് നമ്മൾ പാക്കറ്റിന്റെ മുൻവശം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു ഉദാഹരണമാണ്, അല്ലെങ്കിൽ ഒരു ക്ലെയിമാണ്. ആ ക്ലെയിമിൽ ആകെ 10% മാത്രമേ നാച്ചുറലി ആ ഫ്രൂട്ടിന്റെ പൾപ്പ് ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ആഡഡ് ഫ്ലേവേഴ്സും ഒക്കെയാണ്. ആ ഒരു 10% ഉണ്ടെങ്കിൽ അവർക്ക് ആ ക്ലെയിം ചെയ്യാമെന്നാണ് ഇപ്പോഴത്തെ ഒരു വ്യവസ്ഥയിൽ ഫുഡ് ലേബൽസിന്റെ ഒരു റൂൾ ഉള്ളത്. അപ്പം ഒരുപാട് അങ്ങനത്തെ പാക്കറ്റ് ഫുഡ്സിലേക്ക് പോകാതെ കഴിയുന്നതും നാച്ചുറൽ ഫുഡ്സിലേക്ക് പോവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പാക്കറ്റ് ഫുഡ്സിലുള്ള മറ്റൊരു കൾപ്രിറ്റ് ആണ് സോഡിയം എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ഈ ലേബൽസിന്റെ, അതായത് ഒരാൾക്ക് ഒരു മാർക്കറ്റിൽ ഒരു പാക്കറ്റ് ഫുഡ്സ് ഇറക്കണമെങ്കിൽ സോഡിയം അതിൽ പ്രതിപാദിക്കണം എന്ന് ഒരു നിർബന്ധമില്ല. അതില്ലാതെ തന്നെ അവർക്ക് നല്ല ഹൈ സോൾട്ട് കണ്ടെയ്നിങ് ഫുഡ്സ് അവർക്ക് മാർക്കറ്റിൽ ഇറക്കാം. എന്നാൽ സോഡിയത്തിനെ കുറിച്ച് അവർ പ്രതിപാദിക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പൊ അങ്ങനത്തെ കുറെ ലൂപ്പ് ഹോൾസ് അല്ലെങ്കിൽ പോരായ്മകൾ നമ്മളുടെ ഈ പാക്കറ്റ് ഫുഡ്സിൽ നിലനിൽക്കുമ്പോൾ കഴിയുന്നതും ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങളിലേക്ക് പോവുക എന്നത് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഹെൽത്തി ഫുഡ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. കാരണം നിങ്ങൾക്കറിയാം, നിങ്ങളുടെ പാരന്റ്സിന് പ്രമേഹം ഉണ്ടെങ്കിൽ 2 പേർക്കും പ്രമേഹം ഉണ്ടെങ്കിൽ 50% നിങ്ങൾക്ക് അതിനുള്ള സാധ്യത ഉണ്ട്. ഒരാൾക്കാണ് പ്രമേഹം ഉള്ളെങ്കിൽ 30% ഓൾറെഡി നിങ്ങൾക്ക് പ്രമേഹം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് നല്ലൊരു ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതിയും ജീവിത രീതിയും കൊണ്ടുപോവുക എന്നുള്ളത്. കാരണം നിങ്ങളുടെ തലമുറയിലെ ആരോഗ്യം അത് നിങ്ങളെ കയ്യിൽ തന്നെയാണുള്ളത്. അപ്പൊ അതെപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾക്ക് എത്ര വേണമെങ്കിലും നന്മമരമായി നിൽക്കാം, എത്ര വേണമെങ്കിലും, പക്ഷെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളത് എപ്പോഴും ശ്രദ്ധിക്കുക. നല്ലൊരു ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലൊരു ജീവിത രീതിയും അതേപോലെ ഏറ്റവും നല്ലൊരു ഭക്ഷണ രീതിയും നമ്മൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോ ഞാൻ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ ഒരു പ്രസന്റേഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയത്. എല്ലാവർക്കും അത് ഉപകാരപ്പെട്ടെന്നും അതേപോലെ ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ്. സോ താങ്ക് യു. കൊഴുപ്പിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഓക്കെ, താങ്ക് യു ഫിദമ. ഒരു സംശയം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. ആർക്കെങ്കിലും സംശയം ചോദിക്കാണ്ട് നമ്മൾ സമയം കുറെ അതിക്രമിച്ചു. ഏതായാലും നിങ്ങളൊന്ന് രണ്ട് സംശയം ചോദിക്കാനുള്ളൂ. ഒന്ന്, ഈ പച്ചക്കറിയിലുള്ള കൊഴുപ്പുകൾ പറയുന്ന കൊഴുപ്പാണോ? അപ്പൊ ഉദാഹരണത്തിന് വെണ്ട കൊഴുപ്പുള്ള ഒരു സാധനമാണല്ലോ.
അത് നിങ്ങൾ പറയുന്ന കൊഴുപ്പ് പെടും ഒന്ന്. രണ്ടാമത്തത് പാല് കഴിക്കുന്ന സമയത്ത് പാല് കാച്ചിട്ട് പാടുണ്ടാകുന്ന സമയത്ത് ആ പാട നീക്കിയിട്ട് കഴിക്കണം പാല് എന്ന് പറയുന്നുണ്ട് ചില ആളുകൾ. അത് രണ്ട് ശരിയാണ്? അത് രണ്ട് കാര്യം ചോദിക്കാനുള്ളത്. വെണ്ടയിലുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ കൊഴുപ്പിൽ പെടുന്ന കാര്യമല്ല. അത് അതിന്റെ സ്ലൈം മാത്രമാണ്, അത് കൊഴുപ്പല്ല. അത് അതിന്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറയാം, അതിന്റെ ഒരു പ്രത്യേകത മാത്രമാണത്. രണ്ടാമത്തെ കാര്യം, പാലിലുള്ള കൊഴുപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പരിധി വരെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കഴിക്കുന്ന കൊഴുപ്പില്ല, നേരത്തെ പറഞ്ഞ പോലെ ഈ എണ്ണകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഏറ്റവും മിനിമലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും അനുവദനീയമായ അളവിൽ ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. വേറെ ബുദ്ധിമുട്ടുകൾ, ഹൃദയമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ പാലിലുള്ള കൊഴുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ക്യാരറ്റിൽ വിറ്റമിൻ എ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലെ. കണ്ണിന് കാഴ്ചക്ക് സഹായിക്കുന്ന വിറ്റാമിൻ എന്റെ അളവ് ക്യാരറ്റിൽ ഉണ്ട് എന്നറിയാം. ക്യാരറ്റിന്റെ കളർ നിങ്ങൾക്ക് ഓറഞ്ച് ആണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇതേപോലെ മുട്ടയുടെ മഞ്ഞ, അതേപോലെ പാലിന്റെ കൊഴുപ്പിലുള്ള ഈ ഒരു മഞ്ഞ നിറം നമുക്ക് കൊടുക്കുന്നത് വിറ്റമിൻ എയും ഡിന്റെ ഒക്കെ കണ്ടന്റ് ആണ്. ഓയിലുകൾക്ക് ആ ഒരു കണ്ടന്റ് കൊടുക്കുന്നത് ചെറിയ അളവിൽ അതിൽ വിറ്റാമിൻ എയും ഡിയും ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ കൂടുതലും പാലിലെ കൊഴുപ്പിനെ ഫോക്കസ് ചെയ്യാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം എണ്ണ അമിതമായിട്ട് വരുന്നു എന്നതിൽ ഫോക്കസ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, ഹൃദയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ പാലിലെ കൊഴുപ്പ് നീക്കി കുടിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ. നമുക്ക് ഈ ഒരു ദിവസം ഒരാൾക്ക് എത്ര എഗ്ഗ് കഴിക്കാം? അത് നമ്മളുടെ ഈ പറയുന്ന ഒരാൾക്ക് പ്രോട്ടീൻ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മുട്ട, ഒരു 3/4 കപ്പോളം പയറുവർഗ്ഗങ്ങൾ, ഒരു 1.5 കപ്പ് പാല് അല്ലെങ്കിൽ തൈര് പോലുള്ള ഭക്ഷണങ്ങൾ, പയറുവർഗ്ഗങ്ങൾ 3/4 കപ്പ്, അതുപോലെ നട്ട്സ്, ഒരു പിടി നട്ട്സ്, പച്ചക്കറികൾ, അതേപോലെ ചെറിയ അളവിൽ മത്സ്യമാംസങ്ങൾ. ഇതാണ് ഒരു പ്രോട്ടീൻ എന്ന് പറയുന്നത്. അത് മുട്ടയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുമ്പം എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കി ഭക്ഷണങ്ങളിലൊക്കെ ഈ പറയുന്ന വിറ്റാമിനുകളും മിനറലുകളും കൂടെ ഉണ്ട്. ഞാൻ നിറങ്ങൾ പറഞ്ഞല്ലോ, എല്ലാ നിറങ്ങളിലുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിൽ പറയുമ്പോൾ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള പോഷകാഹാരം നമുക്ക് മുട്ട മാത്രം എണ്ണം കൂട്ടുന്നത് കൊണ്ട് കിട്ടില്ല. ഇനി വല്ല മുറിവുകളോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്ന പേഷ്യൻസ്, അവർ റിക്കവറി ഫേസിലൊക്കെ പ്രോട്ടീന്റെ അംശം അളവ് കൂടുതലാണ്. അപ്പൊ അങ്ങനെ വരുന്നവർക്ക് നമ്മൾ 4, 5, 6 ഒക്കെ എഗ് വൈറ്റ്സ് കഴിക്കാൻ പറയാറുണ്ട്. ജിം ഗോവേഴ്സിനോട് പറയുന്ന 16 മുട്ടന്റെ വെള്ള, അങ്ങനത്തെ പറയുന്ന രീതികളോടാണ് നമുക്ക് താല്പര്യക്കുറവ് ഉണ്ടാവുക. അപ്പൊ ഈ പറയുന്ന കാര്യത്തിൽ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള നമ്മളെ ആവശ്യം എന്താണോ അതിനനുസരിച്ചാണ് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പറയുന്ന ഡിഫറെന്റ് സിനാരിയോസിൽ ആവശ്യങ്ങൾ വ്യത്യാസമായിരിക്കും. യെല്ലോ എത്രത്തോളം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും? ഇപ്പം ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ ഉള്ളവരൊക്കെ പൂർണ്ണമായിട്ട് യെല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എഗ് വരുന്ന രീതിയിലും ബാക്കി പ്രോട്ടീൻസ് മറ്റ് സോഴ്സസും ഫോക്കസ് ചെയ്യുന്ന രീതിയിലുമാണ് നല്ലത്. അല്ല, ഈ നോർമൽ ഈ ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ ഒന്നും ഇല്ലാത്തവർക്ക് യെല്ലോ കഴിക്കുന്നതുകൊണ്ട് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ലല്ലോ? നമ്മൾ 2-3 മുട്ടയൊക്കെ കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ യെല്ലോ ഇൻക്ലൂഡ് ചെയ്ത് കഴിച്ചൂടെ? ഈ ഫാറ്റി ലിവർ, എണ്ണം ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങൾ മനസ്സിലാക്കുന്നതിൽ പ്രശ്നം. എനിക്ക് മനസ്സിലായി, പക്ഷെ മുട്ടന്റെ മഞ്ഞ എന്ന് പറയുമ്പോൾ പിന്നെ നമ്മള് മുട്ടന്റെ എണ്ണം കൂട്ടുന്നതല്ല ശരിയായ രീതി. ബാക്കി പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങളൂടെ വരുമ്പോഴാണ് നമുക്ക് സമീകൃതാഹാരത്തിന്റെ ഭാഗമായിട്ട് എല്ലാ പോഷകങ്ങളും നമ്മുടെ ശരീരത്തിൽ വരുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾ പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, ഞാനിപ്പോ ചോദിക്കും, ഇപ്പൊ നമ്മളിപ്പോ ഒരു 2 മുട്ട വെച്ചിട്ട് നമ്മൾ ഓംലെറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു യെല്ലോ ഇൻക്ലൂഡ് ചെയ്താൽ മതിയോ? ഇപ്പൊ ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ഒരാളെ നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് ഒരു എഗ് വൈറ്റ്, 2 എഗ് വൈറ്റും ഒരു എഗ് യോക്കും, അങ്ങനെ ഒരു മുട്ടന്റെ മഞ്ഞ ഉൾപ്പെടുത്തുന്നത് തെറ്റൊന്നുമില്ല. അതല്ലാതെ വരുമ്പോൾ ഇപ്പൊ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല, ഒരു 2 മുട്ടന്റെ ഓംലെറ്റ് കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഹോൾ എഗ് തന്നെ യൂസ് ചെയ്യാം. പക്ഷെ ഡെയിലി ബേസിസിൽ ഇങ്ങനെ മുട്ടന്റെ എണ്ണം കൂട്ടുക എന്നതിനേക്കാളും ആവശ്യമായ മറ്റെല്ലാ പ്രോട്ടീൻ പോർഷൻസും ഉൾപ്പെടുത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാൻ. ഓക്കെ. അതുപോലെ സോൾട്ടിന്റെ കാര്യം മാം പറഞ്ഞു, 5 ഗ്രാം ഒരു ദിവസം അല്ലേ? അതെ. അപ്പൊ അത് ഒരു ദിവസം മൊത്തത്തിലാണോ 5 ഗ്രാം, അത് ഒരു നേരമാണോ 5 ഗ്രാം? ഒരു ദിവസം. ഓക്കെ. അപ്പൊ ഒരു ഡൗട്ട്, വിറ്റാമിൻ ഡി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ കഴിക്കേണ്ട ഫുഡ് ഐറ്റം?
വിറ്റമിൻ ഡി എന്ന് പറയുന്നത് കൊഴുപ്പിൽ അലിയുന്ന ഒരു അത് നല്ല ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് കൊഴുപ്പിൽ അലിയുന്ന പിന്നെ ഒരു വിറ്റാമിൻ ആണെന്ന്, അത് ലയിക്കുന്ന ഒരു വിറ്റാമിൻ ആണ് എന്നറിയാലോ. അപ്പൊ നമ്മള് വിറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഈ ലിവർ, അതായത് ഓർഗൻ മീറ്റ്സ് എന്ന് പറയും, ബ്രെയിന് അല്ലെങ്കിൽ ലിവർ പോലുള്ള ഭക്ഷണങ്ങളിലൊക്കെയാണ് കൂടുതൽ വിറ്റമിൻ ഡി ഉള്ളത്. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ ഈ പറയുന്ന മുട്ടന്റെ മഞ്ഞ, പാലിൽ വരുന്ന കൊഴുപ്പ്, അതേപോലെ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള എണ്ണകൾ. ഇപ്പം വിറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള എണ്ണകൾ ഒരുപാടുണ്ട്. അപ്പം ഇങ്ങനത്തെ എണ്ണകളൊക്കെ നോക്കി നമ്മൾ ഭക്ഷണത്തിൽ വിറ്റമിൻ ഡി ഉൾപ്പെടുത്താം. ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് നമ്മളെ സൂര്യപ്രകാശമാണ്. സൺഷൈൻ വിറ്റമിൻ എന്നാണ് നമ്മൾ വിറ്റമിൻ ഡിനെ പറയുന്നത്. ഓക്കെ, അപ്പം ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സസ് നമ്മുടെ സൂര്യപ്രകാശമാണ്. നമ്മൾ ഇപ്പോഴത്തെ ഒരു ജീവിത രീതി അനുസരിച്ച് നമ്മൾ സൂര്യപ്രകാശം കൊള്ളുന്നത് വളരെ കുറവാണ്. ഇനി നമ്മൾ കൂടുതൽ സൂര്യപ്രകാശം കൊള്ളാൻ സാധ്യതയുണ്ടെങ്കിൽ നമ്മൾ നല്ലോണം സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്തിട്ട് മാത്രം അങ്ങനെ വെയിൽ കൊള്ളാൻ പോകുന്നൊക്കെ ഒരു പ്രവണത ഉള്ള കാലമാണ്. അപ്പം സൂര്യപ്രകാശം കൊള്ളുമ്പോൾ വിറ്റമിൻ ഡി എങ്ങനെ ഉത്പാദിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്കിന്നിലേക്ക് ഡയറക്റ്റ് സൂര്യപ്രകാശം തട്ടണം. എന്നാൽ മാത്രമേ നമ്മുടെ ശരീരത്തിൽ വിറ്റമിൻ ഡി ഉൽപാദനം നടക്കുള്ളൂ. അതിൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നടക്കില്ല. ശരീരം മാക്സിമം ക്ലോത്ത് കവേർഡ് ആണെങ്കിൽ അത് നടക്കില്ല. ഇനി ഒരു ഗ്ലാസ് നമ്മളെ ബാരിയർ ആയിട്ട് നമ്മൾ അതിൽ നിന്നാണ് വെയിൽ കൊള്ളുന്നതെങ്കിൽ നടക്കില്ല. അപ്പം നമ്മൾ സൂര്യപ്രകാശം കൊള്ളുകയാണെങ്കിൽ ഡയറക്റ്റ് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള ഡ്രസ്സിൽ നമ്മൾ മാക്സിമം സൂര്യന്റെ എക്സ്പോഷർ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അതിൽ പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അത് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്ക് ഈ ഒരു കാര്യം വിറ്റമിൻ ഡി നമ്മൾ മോണിറ്റർ ചെയ്യുക. ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം സപ്ലിമെന്റേഷനിൽ പോകുന്നതിലേക്ക് നമ്മളെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നമ്മളെ മൊഡാലിറ്റി മാറണമല്ലോ. അതിന്റെ ഭാഗമായിട്ട് സപ്ലിമെന്റേഷനിലേക്കും പോകാം. ഭക്ഷണത്തിൽ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. സൂര്യപ്രകാശം കൊള്ളുമ്പം നമ്മളൊരു ഇന്ത്യൻ ഒരു ക്ലൈമറ്റിൽ നല്ലൊരു പിന്നെ ഈ ഒരു ചൂടുള്ള കാലാവസ്ഥയിലൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 9:30, 10 ഇടയിലുള്ള വെയിൽ ഒരു 20 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് കൊള്ളണം എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ നമുക്കൊരു ബേണിംഗ് സെൻസേഷൻ ഉണ്ടാവില്ല, ഒരു ചൂട് സ്കിന്നിലൊക്കെ വരും. ആ ഒരു സമയത്താണ് ഈ വിറ്റമിൻ ഡി ഉൽപാദനം നടക്കുന്നത് എന്നാണ് പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ നല്ല വെയിലത്ത് പോകാതിരിക്കുക, ഈ ഒരു മോർണിംഗിലുള്ള ആ ഒരു വെയിൽ കൊള്ളുക. അതാണ് നമുക്ക് വിറ്റമിൻ ഡിന്റെ കാര്യത്തിൽ മൊത്തത്തിൽ ചെയ്യാനുള്ളത്. ഓക്കെ, താങ്ക് യു മാം. ഇനി കൂടുതൽ സമയം നമുക്ക് ഒരുപാട് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? ജസ്റ്റ് ഒന്ന് ചോദിച്ചോട്ടെ മാം, ഈ ക്ലിയർ ആയില്ല. സ്പ്രൗട്ടഡ് പൾസസ് നമ്മൾ യൂസ് ചെയ്യണം, അതെങ്ങനെയാണ്? സ്പ്രൗട്ടഡ് ആണോ ചോദിച്ചത്? എക്സ്പോയിങ് ഉണ്ടെന്ന് ചോദിച്ചു. സ്പ്രൗട്ട്സ് ആണോ ചോദിച്ചത്? അങ്ങനെ എനിക്ക് കേട്ട പോലെ തോന്നി. പൾസസ് നമ്മൾ മുളപ്പിച്ച പയർവർഗ്ഗങ്ങളെ. പൾസസ് പറയുമ്പോൾ പയറുവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചില ആളുകൾ പയറുവർഗ്ഗം തൊടില്ല. കാരണം എന്താ വെച്ചാൽ കഴിച്ചു കഴിഞ്ഞാൽ വയറിന് അസ്വസ്ഥതയാണ്, ഒരു ഓയിലിച്ചാണ് എന്നൊക്കെയാണ് പറയുക, അല്ലെങ്കിൽ ഗ്യാസ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം ശരിക്കും അങ്ങനെ ഒരു ബ്ലോട്ടിംഗ് എഫക്റ്റ് തരാനുള്ള ഒരു കഴിവ് പയറുവർഗ്ഗങ്ങൾക്ക് ഉണ്ട്. അപ്പൊ ഈ പറയുന്ന മുളപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ദഹനം എളുപ്പമാക്കുന്ന ഫോമിലേക്കാണ് അത് മാറുക. അപ്പൊ അതേപോലെ തന്നെ വിറ്റാമിൻ സിന്റെ അളവ് അതിലൊരുപാട് കൂടും. നമുക്ക് ഫൈബർ എന്ന് പറയുമ്പം സോളിബിൾ ഫൈബർ, ഇൻസോളിബിൾ ഫൈബർ എന്ന് പറയുന്ന 2 കാറ്റഗറിയാണ് പറയുക. അപ്പൊ ഈ സോളിബിൾ ഫൈബറിന്റെ അളവൊക്കെ ഈ സ്പ്രൗട്ട്സിൽ വളരെ കൂടുതലാണ്. ഇത് നിങ്ങളുടെ കുടലിന്റെ ആരോഗ്യത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്പ്രൗട്ട്സ് ഒരു നല്ല ഓപ്ഷനാണ്. നിങ്ങൾക്ക് അങ്ങനെ പൊതുവെ നമ്മളാരും പിന്നെ എന്താ പറയാ അങ്ങനെ ശ്രദ്ധിച്ച് ആ ഒരു എഫേർട്ട് എടുക്കുന്ന ആളുകൾ കുറവാണ്. പക്ഷെ സ്പ്രൗട്ട്സ് എപ്പോഴും ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. ഓക്കെ മാം, അത് എങ്ങനെയാണ് സംഭവം? വേവിച്ചിട്ടാണോ കഴിക്കുക? വേവിച്ചിട്ടും കഴിക്കാം, സ്പ്രൗട്ട്സ് വേവിക്കാതെയും കഴിക്കാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. അപ്പൊ നിങ്ങളെ കുടൽ അതിനെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഏറ്റവും നന്നായി അറിയുന്നത് നിങ്ങൾക്കായിരിക്കുമല്ലോ. അപ്പൊ അതിനനുസരിച്ചിരിക്കും നിങ്ങൾ അത് കുക്ക് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. ചിലർക്ക് കുക്ക് ചെയ്യാതെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അങ്ങനെയുള്ളവർ അത് കുക്ക് ചെയ്ത് കഴിക്കണം. ഓക്കെ ഓക്കെ, താങ്ക് യു. പിന്നെ ഇപ്പോഴേ മില്ലറ്റുകളൊക്കെ പറഞ്ഞ ഫുഡ് ഉണ്ടല്ലോ, മില്ലറ്റ്, അതൊക്കെ എങ്ങനെയാണ്? അത് ഭാരം കുറക്കുന്ന ഒരു ഭക്ഷണവും
നമുക്ക് വയറ് കുറയ്ക്കുകയോ വെയിറ്റ് കുറയ്ക്കുകയോ ചെയ്യില്ല. നമ്മൾ ക്രമീകരിക്കുമ്പോഴാണ് ഫസ്റ്റ് ഓഫ് ഓൾ അതൊക്കെ സംഭവിക്കുന്നത്. ഇപ്പം രാവിലെ നേരെ ചൂടുവെള്ളത്തിൽ തേൻ ഒഴിച്ച് കഴിക്കുക, അതൊക്കെ വെയിറ്റ് കുറയ്ക്കും. അങ്ങനെയല്ല, നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഇത്ര ഊർജം നമുക്ക് വേണം. അതിൽ നിന്നും നമ്മൾ ഒരു കുറച്ച് കാലറി കുറച്ച് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ വെയിറ്റ് കുറയും. അതാണ് അതിന്റെ ഒരു ശരിയായ വശം. ഇനി മില്ലറ്റ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചെറുധാന്യങ്ങൾ എന്ന് പറയും. അത് ന്യൂട്രി സീരിയൽ എന്നാണ് അതിന്റെ മറ്റൊരു പേര്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഷകങ്ങളുടെ അംശം വളരെ കൂടുതലാണ്. നേരത്തെ പറഞ്ഞ പോലെ കാൽഷ്യം, അല്ലെ നേരത്തെ പറഞ്ഞ പോലെ ഫൈബർ, അതേപോലെ കാൽഷ്യം, അയൺ, ഇങ്ങനത്തെ പോഷക ഗണങ്ങളുടെ അല്ലെങ്കിൽ മിനറലുകളുടെ അളവൊക്കെ അതിൽ വളരെ കൂടുതലാണ്. അപ്പോൾ നമ്മൾ പക്ഷികൾക്ക് കൊടുക്കുക എന്നതിനപ്പുറം അതിന് നല്ല ക്വാളിറ്റി മില്ലറ്റ്സ് നമ്മളുടെ ഡെയിലി ലൈഫിൽ ഏതെങ്കിലും ഒരു നേരക്ക് ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഞാൻ നേരത്തെ കാണിച്ച പ്ലേറ്റിൽ സീരിയൽസിന്റെ, അതായത് ധാന്യങ്ങളുടെ ആ ഒരു ഫോട്ടോയില് മില്ലറ്റ്സും ഉണ്ട്. ഇപ്പൊ അരി, ഗോതമ്പ് മാത്രമല്ല, ഇതുപോലെ മുത്താറി, തീന, ചാമ പോലുള്ള മില്ലറ്റ്സും നിങ്ങൾക്ക് ഒരു ദിവസം ആഹാര രീതിന്റെ ഭാഗമാക്കാം. അത് വളരെ നല്ലതാണ്. അരി ഭക്ഷണം ഒഴിവാക്കിയിട്ട് ചോറ് ഒഴിവാക്കിയിട്ട് മില്ലറ്റ്സ് മാത്രം കഴിക്കുന്നത് കൊണ്ട് ചോറ് ഒഴിവാക്കി മില്ലറ്റ്സ് ഉൾപ്പെടുത്താം. പക്ഷെ ചോറിന്റെ കൂടെ നിങ്ങൾ ഉൾപ്പെടുത്തുന്ന പച്ചക്കറികള്, മറ്റു സാധനം, ഞാനൊരു പ്ലേറ്റ് വരെ ഒന്ന് കാണിച്ചു തന്നിരുന്നല്ലോ, അതേപോലെ മറ്റു കാര്യങ്ങൾ അതിൽ വരണം. അല്ലാതെ ചോറ് ഒഴിവാക്കി ചാമന്റെ കഞ്ഞി മാത്രം കുടിക്കുന്ന രീതിയാകുമ്പോൾ അത് പോഷകാഹാര കുറവുണ്ടാക്കുകയാണ് ചെയ്യുക. ഫ്രൂട്ട്സും പച്ചക്കറിയും പ്രോട്ടീനും ഒക്കെ അതിൽ ഉൾപ്പെടുത്തുക, അല്ലെ? ചോറിന് പകരം മില്ലറ്റ്സും കൊടുക്കുക. അതെ. ലേറ്റ് ആയിട്ടുള്ള ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ. അതായത് നേരത്തെ പറഞ്ഞ മൈ പ്ലേറ്റ് ഡേ എന്നതിൽ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ 30 ഗ്രാം ഈ നട്ട്സും അതേപോലെ 350 ഗ്രാം വെജിറ്റബിൾസും ഒക്കെ. അത് കുറഞ്ഞത് മാക്സിമം എത്ര വരെ പോവാന്നുള്ള കാര്യം, ധാരാളം പച്ചക്കറികൾ ഉൾപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്തായാലും അമിതമായാൽ അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ കൂടുതൽ അതിന് ലിമിറ്റ് ഇല്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം. പിന്നെ എന്നുള്ളത് ഫിഷ് കഴിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളിൽ omega-3 ഫാറ്റി ആസിഡ് കൂടുതലുള്ള ചെറു മത്സ്യങ്ങളിലാണ് കൂടുതലുള്ളത് എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മുടെ മത്തി പോലത്തെ അതില്. അപ്പൊ അതാണോ അല്ലെങ്കിൽ അതൊരു മിസ്കോൺസെപ്ഷൻ ആണോ എന്നുള്ളത് ഒന്ന് പറഞ്ഞിരുന്നാൽ ഉപകാരമായിരുന്നു. മത്തി പോലുള്ള ചെറു മത്സ്യങ്ങളിൽ omega-3 ഫാറ്റി ആസിഡ്സിന്റെ അളവ് കൂടുതൽ തന്നെയാണ്. ഇപ്പൊ നമ്മള് പിന്നെ ഈ വലിയ കഷ്ണമീനുകളെക്കാളും ചെറു മത്സ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. പക്ഷെ നമ്മൾ ബാലൻസിങ് എന്നുള്ളതാണ് നമ്മളൊരു ആർട്ട്. അപ്പൊ അതിൽ നമുക്ക് എല്ലാം ഉൾപ്പെടുത്താം. പക്ഷെ നമ്മൾ എപ്പോൾ ഉൾപ്പെടുത്തുന്നു, എത്രത്തോളം ഉൾപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ മറ്റൊരു ചോദ്യം എന്തായിരുന്നു? മറ്റത് നേരത്തെ പറഞ്ഞില്ലേ മൈ പ്ലേറ്റ് മൈ പ്ലേറ്റിലുള്ള പച്ചക്കറികളുടെ ഒക്കെ നട്ട്സുകളൊക്കെ നമ്മൾ ഈ ഒരു ആവശ്യത്തിന് തന്നെയാണ് കഴിക്കേണ്ടത്. പച്ചക്കറികൾ പ്ലന്റി എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷെ നമ്മൾ എത്രത്തോളം മുന്നേ കഴിച്ചിരുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾ ഇന്ന് കഴിച്ചതിൽ ഒരു സ്പൂൺ മാത്രമാണ് പച്ചക്കറി വരുന്നെങ്കിൽ നാളെ നിങ്ങൾ അത് 2 കപ്പ് പച്ചക്കറി ഒറ്റയടിക്ക് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വയറിന് അസ്വസ്ഥത വരും. ഈ ഗട്ട്സിനെ നിങ്ങൾ അഡാപ്റ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഇന്ന് ഒരു സ്പൂൺ മാത്രം, ഒരു ചോറ് കഴിക്കുമ്പോൾ അതിലേക്ക് ഒരു സൈഡിലേക്ക് മാത്രം പച്ചക്കറി ഒരു സ്പൂൺ എടുത്ത് കഴിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നാളെ അത് 2 സ്പൂണോ 3 സ്പൂണോ ആക്കിയിട്ട് മാത്രം മാറ്റുക. എന്നിട്ട് ഭാവിയിൽ അതൊരു 2 കപ്പോളം വരുന്ന രീതിയിൽ മിനിമം എന്ത് ചെയ്യണം, മാറ്റണം. ഇതാണ് ശരിയായ ഒരു, അതൊക്കെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങളൊരു ടേബിളിൽ ഇരുന്ന് നമ്മൾ കൗൺസിലിങ്ങിലൂടെ നിങ്ങൾക്ക് അത് ഒരു പ്രിപ്പയർ ചെയ്ത് അതിനെ ഫോളോ അപ്പ് ചെയ്ത് അങ്ങനെ നിങ്ങളെ ഗട്ട് അഡാപ്റ്റ് ചെയ്ത് കുറെ കാര്യങ്ങളുണ്ട് ഭക്ഷണത്തിൽ എന്ന് പറയുമ്പോൾ. അല്ലാതെ അത് നേരത്തെ ചോദിച്ച പോലെ ചോറ് മാറ്റി ചാമ ഉൾപ്പെടുത്തി അങ്ങനെ മാത്രം വരുന്ന ഒരു സിമ്പിൾ തിങ് അല്ല നമ്മൾ ശരിയായ ഒരു ആഹാരക്രമം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ സ്കിപ്പ് ചെയ്യുന്നതിനോട് പിന്നെ അംഗീകരിക്കാൻ പറ്റില്ലല്ലോ. കാരണം പണ്ട് കാലങ്ങളിൽ 80s ഉണ്ടായിരുന്നത് 3 നേരം കഴിക്കുന്നവൻ രോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 1 നേരം കഴിക്കുന്നവൻ യോഗി എന്നുള്ളൊരു കാര്യം പറയാറുണ്ടായിരുന്നല്ലോ. അപ്പൊ അതിനോട് ഒരു നേരം മാത്രം കഴിച്ച് ഒരു നേരം മാത്രം നന്നായി കഴിക്കുക എന്നുള്ളതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൽ ഉദ്ദേശിച്ചത്. അതിന് ഒരുപാട് അർത്ഥതലങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ. അങ്ങനെ മനസ്സിലാക്കാനാണ് എനിക്ക് താല്പര്യം. കാരണം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏറ്റവും റിച്ച് ആയിട്ട് കഴിക്കേണ്ടത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൽ തന്നെ ആയിരിക്കണം. ബാക്കിയുള്ളത് അതിനനുസരിച്ച് നമ്മൾ ക്രമീകരിക്കുകയും വേണം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ മാം പറഞ്ഞിട്ട് 3 നേരത്തെ ഭക്ഷണം മാത്രമേ ഉള്ളൂ, ഇടവേളക്കൊന്നുമില്ല അല്ലെ? ഇടവേള നമ്മൾ പറഞ്ഞിരുന്നു. സ്നാക്കിംഗ്, ഏറ്റവും നല്ല സ്നാക്കിംഗ് എന്താണ് ചെയ്യേണ്ടത് നമ്മൾ പ്രസന്റേഷനിൽ പറഞ്ഞിരുന്നു. നമുക്കൊരു 2 ക്വസ്റ്റ്യൻ കൂടെ മെല്ലെ അല്ലെ മാഡം? പിന്നെ നമ്മൾ ഈ സിന്തറ്റിക് ഷുഗർ പാടെ ഒഴിവാക്കി ഒരാൾ ചായ കുടിക്കുന്നില്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ വിത്തൗട്ട് ചായ വിത്തൗട്ട് കോഫി വയ്ക്കുന്ന വിചാരിച്ചു. ഹലോ,
അപ്പം ഈ നിങ്ങൾ പറഞ്ഞ ഫ്രക്ടോസിന്റെ അളവ് ഫ്രൂട്ട്സ് 75 ഗ്രാമിന് പകരം ഇയാൾ എടുക്കുന്ന സാലഡ് ഒരു 300 ഗ്രാം സാലഡ് എടുക്കുന്നു. അതിലൊരു 150 to 200 ഗ്രാം ഫ്രൂട്ട്സ് ഭയങ്കര ഹെവി ആയിട്ട് ഫ്രക്ടോസ് ഉള്ള ഫ്രൂട്ട്സ് അല്ലാത്ത ഫ്രൂട്ട്സ് എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കുഴപ്പമില്ല. ഇല്ല, നമ്മള് ഫ്രൂട്ട്സിൽ പറയുമ്പോൾ നല്ല മധുരമുള്ള ഫ്രൂട്ട്സുകൾ, മാങ്ങയൊക്കെ പോലുള്ളത്, സാധാ മധുരം കുറവുള്ള ആപ്പിൾ നിങ്ങള് ക്രമീകരിക്കുന്നതിനോട് തെറ്റില്ല. കേൾക്കുന്നില്ലല്ലോ, ഭയങ്കര ബഹളം. ബാക്കിയുള്ളവർ മ്യൂട്ട് ആക്കിയാലേ കേൾക്കുള്ളൂ. ഫിദാമ മാത്രം ആപ്പിൾ, ഗുവ പോലത്തെ സാധനങ്ങൾ എടുത്തിട്ട് പീർ പോലത്തെ സാധനങ്ങൾ ഇട്ട് സാലഡ് ഉണ്ടാക്കുന്നു. അതിൽ വെജിറ്റബിളും ഉണ്ടോ? അതായത് ഇപ്പൊ ക്യാരറ്റും കുക്കുംബറും ഒക്കെ ഉണ്ടാവും. മാക്സിമം ലിമിറ്റ് ഫ്രൂട്ട്സിന്റെ ഒരു 150 ഗ്രാം എക്സീഡ് ചെയ്യാത്തതാണ് നല്ലത്. ആരൊക്കെ അൺമ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്? ഞാൻ പറയുന്നത് ഇല്ല, ഞാൻ ഒരു ഡിവൈസിൽ ഞാൻ 2 ഡിവൈസ് ഓൺ ആക്കിയിട്ടുണ്ടെന്നാണോ? ഓക്കെ. സോ ഫ്രൂട്ട്സ്, നമ്മൾ ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലർ ആയിട്ടാണ് വരുന്നത്. ഫ്രൂട്ട്സിൽ മാത്രമല്ല ഫ്രക്ടോസ് വരുന്നത്, ഒരുപാട് റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങളിലൂടെ ഫ്രക്ടോസ് വരുന്നുണ്ട്. അപ്പൊ ഫ്രൂട്ട്സ് നമ്മളിപ്പോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ പറയുമ്പോൾ റെഡി ടു ഈറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സ് നമ്മൾ 150 ഗ്രാമില് നമ്മൾ പരിമിതപ്പെടുത്തുന്നതാണ്. HFCS ഉൾപ്പെടുന്ന ഒരു അതായത് റെഡി ടു ഈറ്റ് ഒരു പ്രൊഡക്റ്റും കഴിക്കുന്നില്ലെങ്കിലോ, പാക്ഡ് ഫുഡായിട്ടുള്ള ചിപ്സോ അല്ലെങ്കിൽ റെഡി ആയിട്ടുള്ള അങ്ങനത്തെ സംഗതികളൊന്നും കഴിക്കുന്നില്ല, ബേക്കറികളൊന്നും കഴിക്കുന്നില്ല. എന്നാലും നമ്മളൊരു എവിഡൻസ് ബേസ് ആയിട്ട് പറയുന്ന ആഹാര രീതിയിൽ 150 ഗ്രാം ഫ്രൂട്ട്സ് ലിമിറ്റ് ചെയ്യുന്നത് ഭാവിയിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് മഴ കൊണ്ട് നാളെ പനി വരുന്ന പോലെയല്ല, പലതുള്ളി പെരുവെള്ളമാണ്. അപ്പൊ നമ്മൾ കുറെ കാലം എക്സസൈസ് കഴിക്കുന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് റിസൾട്ട് ആണ് നിങ്ങൾ എല്ലാ ലൈഫ് സ്റ്റൈൽ ഡിസീസസും. അപ്പൊ അത് ക്രമീകരിക്കുക എന്നുള്ളത് പറയുമ്പോൾ ഈ ഒരു അളവിൽ മെയിൻറ്റെയിൻ ചെയ്യാം. വല്ലപ്പോഴപ്പോൾ ഒരു കുറച്ചധികം ഫ്രൂട്ട്സ് കഴിച്ചെന്ന് കരുതി ഒരു സഡൻ ഹിറ്റോ അല്ലെങ്കിൽ ബാഡ് ഇമ്പാക്റ്റോ ഉണ്ടാവണം എന്നില്ല. എന്നാൽ ഒരു റെഗുലർ ബേസിസിൽ 150 ഗ്രാം എക്സീഡ് ചെയ്യാത്തതാണ് എപ്പോഴും നല്ലത്. ഓക്കെ, നമുക്ക് കുന്നൈ സാർ കൺക്ലൂഡ് ചെയ്തോളൂ. ഓക്കെ, ചോദ്യം അവസാനിച്ചു. ഇനി നമുക്ക് കാര്യം സമയം ഒരുപാടായി, അതുകൊണ്ട് അവസാനിപ്പിക്കാം. ഏതായാലും ഭക്ഷണ കാര്യത്തിൽ നമ്മൾ ഒരു നിയന്ത്രണവും ഇല്ലാതെ പോകുന്ന ആളുകളാ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ. എന്നാൽ അതിന് നല്ലൊരു അവയർനെസ് നമുക്ക് ഉണ്ടാക്കി തരാൻ ഫിദ മാമിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ ഫിദ മാമിന് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതോടൊപ്പം ഈ വെബിനാറിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാ സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.